നാം ഏറെ അനുഗ്രഹിക്കപ്പെട്ട ഒരു രാത്രിയിലേക്കാണ് കടന്നു വന്നിരിക്കുന്നത്. ദൈവത്തിൻ്റെ വലിയ സ്നേഹവും കാരുണ്യവും കർത്താവിൻ്റെ അത്ഭുതകരമായ ഇടപെടലിൻ്റെയും ഒരു രാത്രിയാണ് ഈ നൈറ്റ് വിജിൽ രാത്രി. കാരണം കർത്താവ് നമുക്ക് വചനം പങ്കുപോകാനായിട്ട് പറഞ്ഞു വിട്ടിരിക്കുന്നത് അഭിവന്ദ്യ പ്രിൻസ് ആൻ്റണി പാണയങ്കാടൻ പിതാവിനെയാണ്. പിതാവ് തെലങ്കാന സ്റ്റേറ്റിലെ ആദിലാബാദ് രൂപത അധ്യക്ഷനാണ്. തൃശ്ശൂർ അതിരൂപതയിൽപ്പെട്ട അരിമ്പൂർ ഇടവാംഗമാണ് പിതാവ്. ഈ കാലഘട്ടങ്ങളിൽ അതിശക്തമായിട്ട് വചനവേദിയിൽ ദൈവത്തിൻ്റെ ശുശ്രൂഷ ചെയ്തുകൊണ്ട് അനേക മക്കളെ സുവിശേഷത്തിൻ്റെ വെളിച്ചത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദൈവിക ശുശ്രൂഷ പിതാവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിതാവ് പ്രത്യേകമായിട്ട് തെലുങ്ക് ഭാഷയിലാണ് കൂടുതലായിട്ട് വചന ശുശ്രൂഷകൾ ചെയ്യുന്നത്. തെലങ്കാന മുഴുവൻ ഓടി നടന്ന് ക്രിസ്തുവിൻ്റെ വചനം എത്തിച്ച് അനേകരെ ക്രിസ്തു സ്നേഹത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുക. ദൈവത്തിൻ്റെ പ്രത്യേക കൃപയാൽ ഈ നൈറ്റ് വിജിൽ രാത്രിയിൽ പിതാവിൻ്റെ ശുശ്രൂഷ നമുക്കും നമ്മുടെ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും വലിയൊരു അനുഗ്രഹമായി തീരുവാൻ ദൈവം തിരുമനസ്സായിരിക്കുക. അതുകൊണ്ട് നമുക്ക് കരങ്ങൾ ശക്തമായി അടിച്ച് വലിയ സന്തോഷത്തോടെ വചനവേദിയിലേക്ക് നമുക്ക് പിതാവിനെ സ്വാഗതം ചെയ്യാം. മിശിഹായിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ഈ പരിശുദ്ധമായ സ്ഥലത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധ നാമത്തിൽ നാം ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ ആദ്യമേ തന്നെ നാം തമ്പുരാനോട് നന്ദി പറയണം. കാരണം ഇങ്ങനെയൊരു സ്ഥലത്ത് സ്വതന്ത്രമായി സന്തോഷത്തോടെ ഒരുമിച്ച് കൂടി ദൈവത്തെ സ്തുതിക്കാൻ സാധിക്കുന്നത് തന്നെ വലിയ ഒരു ഭാഗ്യമാണ്. അങ്ങനെ ഭാഗ്യം ലഭിച്ചവരാണ് നമ്മളെല്ലാവരും, പ്രത്യേകിച്ച് കേരളത്തിലുള്ള ക്രിസ്ത്യാനികൾ. കേരളത്തിൻ്റെ ഒരറ്റം മുതൽ മറ്ററ്റം വരെ യാത്ര ചെയ്താൽ ഇതുപോലെയുള്ള എത്രയോ കേന്ദ്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. മനോഹരങ്ങളായ അമ്പരചുംബികളായ ദേവാലയങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. വചന കൂടാരങ്ങൾ കാണാൻ സാധിക്കും. ഇതിൽ നിന്നെല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നത് കേരള സഭയുടെ ഒരു വലിയ വളർച്ചയാണ്. കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ കേരള കത്തോലിക്ക സഭ എത്രയോ വളർന്നിരിക്കുന്നു. ഒരു നിറവ് നാം അനുഭവിക്കുന്നു. എന്നാൽ ഈ നിറവിൽ നിന്നും നാം കവിഞ്ഞൊഴുകേണ്ട സമയമായിരിക്കുന്നു എന്ന വസ്തുത നാം ചിലപ്പോഴെങ്കിലും മറന്നുപോകുന്നു. നാം വളർന്നിരിക്കുന്നു, നിറവ് അനുഭവിക്കുന്നു. പക്ഷേ ഇത് അവിടെ നിൽക്കാനുള്ളതല്ല. ഈ നിറവിൽ നിന്ന് നാം കവിഞ്ഞൊഴുകണം. മറ്റുള്ളവരിലേക്ക് നാം ഇറങ്ങിച്ചെല്ലണം. തുടക്കത്തിൽ ഞാൻ പറഞ്ഞു, ഇങ്ങനെയൊരു സ്ഥലത്ത് സ്വതന്ത്രമായും സന്തോഷമായും ഒരുമിച്ച് കൂടി ദൈവത്തെ ആരാധിക്കുവാൻ ഭാഗ്യം ലഭിച്ചതിൽ നാം ദൈവത്തിന് നന്ദി പറയണം, ദൈവത്തെ സ്തുതിക്കണമെന്ന്. അതിൻ്റെ അർത്ഥം എന്താണ്? ഇങ്ങനെ സ്വതന്ത്രമായും സന്തോഷത്തോടു കൂടിയും ദൈവത്തെ ആരാധിക്കാനും സ്തുതിക്കാനും കഴിയാത്ത അനേകർ നമ്മുടെ മാതൃരാജ്യത്ത് ഇനിയുമുണ്ട്. അവരോട് നമുക്കെന്ത് കടപ്പാടാണുള്ളത്? ആ പാവപ്പെട്ട മനുഷ്യരോട് നമുക്കെന്തെങ്കിലും പറയാനുണ്ടോ? ഇന്നത്തെ ദിവസം ഈ ഒരു പ്രേക്ഷിത ചൈതന്യത്തെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാനിതിനു മുമ്പ് സൂചിപ്പിച്ചു, നാം ഒരു വലിയ നിറവ് അനുഭവിക്കുന്നു. പക്ഷേ ഈ നിറവ് നമ്മുടെ ഈ ചെറിയ ചുറ്റുവട്ടത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ഭാരതത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റത്ത് വരെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ വളരെ ചുരുങ്ങിയ സ്ഥലങ്ങളിൽ മാത്രമേ നമുക്ക് ക്രിസ്ത്യാനികളെ കാണുവാൻ സാധിക്കുകയുള്ളൂ. ഞാൻ വരുന്നത് തെലങ്കാനയിലെ ആദിലാബാദ് രൂപതയിൽ നിന്നാണ് എന്ന് സൂചിപ്പിച്ചു. ആദിലാബാദ് രൂപത 4 ജില്ലകൾ ഉൾപ്പെടുന്ന ഒരു രൂപതയാണ്. ഈ 4 ജില്ലകളിലായി 27 ലക്ഷം ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്നു. ഈ 27 ലക്ഷത്തിൽ കേവലം 17,000 പേരാണ് കത്തോലിക്കരായിട്ടുള്ളത്.
ആദിലാബാദ് രൂപതയിൽ ആകെയുള്ളത് 1721 ഗ്രാമപഞ്ചായത്തുകളാണ്. ഓരോ ഗ്രാമപഞ്ചായത്തിലും 2-3 ചെറിയ ഗ്രാമങ്ങൾ ഉണ്ടായേക്കാം. അങ്ങനെയുള്ള 1721 ഗ്രാമങ്ങളാണ് ഞങ്ങളുടെ രൂപതയിലുള്ളത്. ഈ 1721 ഗ്രാമങ്ങളിൽ വെറും 200ഓളം ഗ്രാമങ്ങളിലാണ് ഇതുവരെ സുവിശേഷം എത്തിയിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ എൻ്റെ രൂപതയിൽ മാത്രം ഇനിയും 1500 ഗ്രാമങ്ങളിൽ സുവിശേഷം എത്തിയിട്ടില്ല. ഈ 1500 ഗ്രാമങ്ങളിൽ തിങ്ങിപ്പാർക്കുന്ന ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് ക്രിസ്തു ആരാണെന്നോ സുവിശേഷം എന്താണെന്നോ അറിയില്ല. ഇതൊരൊറ്റ രൂപതയുടെ കാര്യം മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ ഭാരതത്തിൽ എത്ര ലക്ഷക്കണക്കിന് ഗ്രാമങ്ങളിൽ ഇനി സുവിശേഷം എത്തിയിട്ടില്ല? എത്രയോ കോടിക്കണക്കിന് ജനങ്ങൾ ഇനിയും സുവിശേഷം കേൾക്കാത്തവരായി നമ്മുടെ മാതൃരാജ്യത്ത് ജീവിക്കുന്നു. ഇവരോട് സുവിശേഷം പറയേണ്ടത് ആരുടെ കടമയാണ്? സുവിശേഷം എത്തിയിട്ടില്ലാത്ത ലക്ഷക്കണക്കിന് ഗ്രാമങ്ങളിൽ സുവിശേഷം എത്തിക്കേണ്ടത് ആരുടെ കടമയാണ്? സാധാരണയായി നാം ചിന്തിക്കാറുണ്ട്, സുവിശേഷം പ്രസംഗിക്കുക എന്നത് വൈദികരുടെയും സിസ്റ്റേഴ്സിൻ്റെയും പിന്നെ അതിനോട് പ്രത്യേക താല്പര്യമുള്ള കുറച്ചെല്ലാം അൽമായ പ്രേക്ഷിതരുടെയും പണിയാണ് എന്ന്. ഇതൊരു മിഥ്യാധാരണയാണ്. സുവിശേഷം പ്രസംഗിക്കുക എന്നത് ഏതെങ്കിലും ഒരു ചെറിയ വിഭാഗത്തിന് മാത്രം ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള പണിയല്ല. സുവിശേഷം പ്രസംഗിക്കുക എന്നത് എല്ലാ ക്രിസ്ത്യാനികളുടെയും ഏറ്റവും പ്രധാനപ്പെട്ട കടമയാണ്. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ മാമോദീസ സ്വീകരിച്ചിട്ടുള്ള എല്ലാ ക്രിസ്ത്യാനികളും പ്രേക്ഷിതരാണ്. സുവിശേഷം കേട്ടിട്ടുള്ള എല്ലാവരും സുവിശേഷം പ്രസംഗിക്കുവാൻ കടമയുള്ളവരാണ്, വിളിക്കപ്പെട്ടവരാണ്. പ്രിയപ്പെട്ടവരെ, ഈ കടമ നാം മനസ്സിലാക്കുന്നില്ല എങ്കിൽ, ഈ കടമ നാം നിർവഹിക്കുന്നില്ല എങ്കിൽ ഭാരതം എന്നും ഇങ്ങനെ തന്നെയായിരിക്കും. 2000 വർഷം കഴിഞ്ഞിട്ടും വെറും 2.5% ഒതുങ്ങി നിൽക്കുന്ന ഒരു ന്യൂനപക്ഷ സമുദായമായി നമ്മൾ ഇന്നും നിലനിൽക്കുന്നതിൻ്റെ കാരണം എന്താണ്? നമുക്ക് ലഭിച്ച വിശ്വാസത്തെക്കുറിച്ച് നാം മനസ്സിലാക്കിയിട്ടില്ല. നമുക്ക് ലഭിച്ച ഈ വിശ്വാസം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ നാം പരിശ്രമിച്ചിട്ടില്ല. നമ്മുടെ മാതൃരാജ്യത്ത് ഇനിയും കോടിക്കണക്കിന് ജനങ്ങൾ യേശുവിനെ കുറിച്ചറിയാതെ സുവിശേഷം കേൾക്കാതെ ജീവിക്കുമ്പോൾ ഈ കൊച്ചു കേരളത്തിൽ ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് നാം ഓമനപ്പേരിട്ട് വിളിക്കുന്ന ഈ കേരളത്തിൽ സുഖത്തിലും സമൃദ്ധിയിലും നാം ജീവിച്ചാൽ മതിയാകുമോ? പോരാ എന്നാണ് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്. നമ്മുടെ ജനങ്ങളോട് നാം സുവിശേഷം പ്രസംഗിക്കണം. ഞാൻ അനുഭവിച്ച യേശു ക്രിസ്തുവിനെ കുറിച്ച് മറ്റുള്ളവരോട് പറയണം. ഞാൻ കേട്ട സുവിശേഷത്തെക്കുറിച്ച് മറ്റുള്ളവരോട് ഞാൻ പറയണം. ഈ ഒരു അവബോധം നമ്മിൽ വളർന്നു വരുമ്പോഴാണ് നാം യഥാർത്ഥ ക്രിസ്ത്യാനികളാകുന്നത്. യേശുവിന് സാക്ഷ്യം വഹിക്കുവാൻ നാം എപ്പോൾ തയ്യാറാകുന്നുവോ അപ്പോഴാണ് നാം യഥാർത്ഥ ക്രിസ്ത്യാനികളാകുന്നത്. അതുകൊണ്ട് സുവിശേഷം കേട്ടിട്ടുള്ള എല്ലാവരും സുവിശേഷം പ്രസംഗിക്കുവാൻ കടമയുള്ളവരാണ് എന്ന കാര്യം നാം മറന്നു പോകരുത്. ഞാൻ ഇതിനു മുമ്പ് സൂചിപ്പിച്ചു, 100 കണക്കിന് വചനകൂടാരങ്ങൾ കേരളത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെയുണ്ട്. ഈ വചനകൂടാരങ്ങളിൽ കേട്ടവർ പിന്നെയും വരുന്നു, പിന്നെയും കേട്ടവർ പിന്നെയും വരുന്നു. കേരളത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ സഞ്ചരിച്ചാൽ എല്ലാ പട്ടണങ്ങളിലും സുവിശേഷ യോഗങ്ങൾ നടക്കുന്നു, കൺവെൻഷനുകൾ നടക്കുന്നു. കേട്ടവർ തന്നെ പിന്നെയും കേൾക്കുന്നു, അവർ തന്നെ പിന്നെയും പിന്നെയും കേട്ടുകൊണ്ടിരിക്കുന്നു. സുവിശേഷം കേട്ടിട്ടില്ലാത്ത ഏതെങ്കിലും ഒരു മനുഷ്യനോട് സുവിശേഷം പ്രസംഗിക്കുവാൻ ഞാനും നിങ്ങളും പരിശ്രമിച്ചിട്ടുണ്ടോ? സുവിശേഷം കേൾക്കാത്ത ജനങ്ങളോട് സുവിശേഷം പ്രസംഗിക്കേണ്ടത് ആരുടെ കടമയാണ്? ഏതാനും ചില വൈദികരുടെയോ മിഷണറിമാരുടെയോ പണി മാത്രമല്ല, സകല ക്രൈസ്തവരുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ആദ്യത്തെ ഉത്തരവാദിത്വമാണ് യേശു ക്രിസ്തുവിനെ സാക്ഷ്യം വഹിക്കുക, അവൻ്റെ സുവിശേഷത്തെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക. ഇത് നാം ചെയ്യുന്നില്ല എങ്കിൽ ക്രൈസ്തവൻ എന്ന പേരിന് നാം അർഹരല്ല. വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 14-ാം വാക്യം നമുക്ക് വായിക്കാം. തങ്ങൾ വിശ്വസിച്ചിട്ടില്ലാത്ത ഒരുവനെ അവർ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? ഒരിക്കലും കേട്ടിട്ടില്ലാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും? പ്രസംഗകനില്ലാതെ എങ്ങനെ കേൾക്കും? തങ്ങൾ വിശ്വസിച്ചിട്ടില്ലാത്ത ഒരുവനെ അവർ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? ഭാരതത്തിലെ കോടിക്കണക്കിന് ജനങ്ങളെ കുറിച്ച് നമുക്ക് ഇന്നിങ്ങനെ ചിന്തിക്കാം. അവർ വിശ്വസിക്കാത്ത ഒരുവനെ അവർ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? ഒരിക്കലും കേട്ടിട്ടില്ലാത്തവനിൽ അവർ എങ്ങനെ വിശ്വസിക്കും? കോടിക്കണക്കിന് ജനങ്ങൾ ഒരിക്കൽ പോലും യേശുവിൻ്റെ നാമം കേട്ടിട്ടില്ല. അപ്പോസ്തല പ്രവർത്തനം 4-ാം അധ്യായം 12-ാം വാക്യത്തിൽ
വിശുദ്ധ പത്രോസ്ലീഹ പറയുന്നു, ആകാശത്തിന് കീഴെ ഭൂമിയിൽ മനുഷ്യരുടെ രക്ഷയ്ക്കായി ഈ ഒരൊറ്റ നാമം ഒഴിച്ച് ഒരൊറ്റ നാമവും നൽകപ്പെട്ടിട്ടില്ല. യേശു ക്രിസ്തുവിന്റെ നാമം, ഈ എല്ലാവരെയും രക്ഷിക്കുന്ന നാമം, എല്ലാവരെയും സുഖപ്പെടുത്തുന്ന നാമം ഈ നമ്മുടെ മാതൃരാജ്യത്തെങ്കിലും പ്രഘോഷിക്കുവാൻ നാം തയ്യാറായിട്ടുണ്ടോ? ഈ പാവപ്പെട്ട ജനങ്ങൾ, കോടിക്കണക്കിന് ജനങ്ങൾ ഒരിക്കലും കേട്ടിട്ടില്ലാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും? പ്രസംഗകനില്ലാതെ അവർ എങ്ങനെ കേൾക്കും? ഞാനും നിങ്ങളും ജനിച്ചു വളർന്ന നമ്മുടെ മാതൃരാജ്യത്തിലെ കോടിക്കണക്കിന് ജനങ്ങൾ പ്രസംഗകനില്ലാതെ എങ്ങനെ കേൾക്കും? ഇവരോട് ആര് സുവിശേഷം പ്രസംഗിക്കും? തുടർന്ന് 17-ാമത്തെ വാക്യത്തിൽ വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നു, വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്നുമാണ്. വിശ്വാസം കേൾവിയിൽ നിന്നാണ്, കേൾവി ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്നാണ്. കോടിക്കണക്കിന് ജനങ്ങൾ വിശ്വസിച്ചിട്ടില്ല. കാരണം എന്താണ്? അവർ കേട്ടിട്ടില്ല. അവർ കേൾക്കാതിരിക്കുവാനുള്ള കാരണം എന്താണ്? ആരും അവരോട് പ്രസംഗിച്ചിട്ടില്ല, ആരും അവരോട് ഒന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അവർ കേട്ടിട്ടില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മാതൃരാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്ത് കോടിക്കണക്കിന് ജനങ്ങൾ ഇനിയും യേശു ക്രിസ്തുവിനെ അറിഞ്ഞിട്ടില്ല എങ്കിൽ, സുവിശേഷം കേട്ടിട്ടില്ല എങ്കിൽ, സുവിശേഷം സ്വീകരിക്കുവാനുള്ള അവരുടെ വിമുഖതയോ മടിയോ അല്ല കാരണം. അവരോട് സുവിശേഷം പ്രസംഗിക്കുവാനുള്ള നമ്മുടെ മടിയാണ്, നമ്മുടെ മനസ്സുകുറവാണ്. അവരോട് നാം സുവിശേഷം പ്രസംഗിച്ചിട്ടില്ല എങ്കിൽ അവർക്ക് കേൾക്കാൻ സാധിക്കില്ല. അവർക്ക് കേൾക്കാൻ സാധിക്കില്ല എങ്കിൽ അവർക്ക് വിശ്വസിക്കാൻ സാധിക്കില്ല. അവർക്ക് വിശ്വസിക്കാൻ സാധിക്കില്ല എങ്കിൽ അവർക്കൊരിക്കലും അവനെ വിളിച്ചപേക്ഷിക്കാൻ സാധിക്കുകയില്ല. ഞാൻ അനുഭവിച്ചറിഞ്ഞ യേശുവിനെ, ഞാൻ നാഥനും രക്ഷകനുമായി സ്വീകരിച്ചറിഞ്ഞ യേശുവിനെ മറ്റുള്ളവരും വിളിച്ചപേക്ഷിക്കണമെന്ന്, ആ യേശുവിനെ മറ്റുള്ളവരും അറിയണമെന്ന് എനിക്ക് എപ്പോഴാണോ ആഗ്രഹമുണ്ടാകുന്നത് അപ്പോഴാണ് ഞാൻ ഇറങ്ങി പുറപ്പെടുന്നത്. അപ്പോഴാണ് ഞാൻ സുവിശേഷം പ്രസംഗിക്കുവാൻ ഇറങ്ങുന്നത്. അങ്ങനെ പ്രസംഗിക്കുവാൻ ഇറങ്ങുമ്പോഴാണ് നാം യഥാർത്ഥ ക്രൈസ്തവരായി മാറുന്നത്. വിശ്വാസത്തിൻ്റെ പൂർണ്ണത ആ വിശ്വാസത്തിന് സാക്ഷ്യം വഹിക്കുമ്പോഴാണ് നാം അനുഭവിക്കുക. ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞു, നാം വിശ്വാസത്തിൽ ഒരുപാട് വളർന്നു, വലിയ നിറവ് നാം അനുഭവിക്കുന്നു. എന്നാൽ അതിൻ്റെ പൂർണ്ണത നാം തിരിച്ചറിയണമെങ്കിൽ ഈ വിശ്വാസം മറ്റുള്ളവരോട് പങ്കുവയ്ക്കാൻ നാം തയ്യാറാകണം. അറിവ് പൂർണ്ണമാകുന്നത് എപ്പോഴാണ്? മറ്റുള്ളവരെ പഠിപ്പിക്കുമ്പോൾ. അറിവ് അതിൻ്റെ ഉച്ചസ്ഥായിലെത്തുന്നത് എപ്പോഴാണ്? അറിവ് പങ്കുവയ്ക്കുമ്പോൾ. വിശ്വാസം പൂർണ്ണമാകുന്നത് എപ്പോഴാണ്? വിശ്വാസം അതിൻ്റെ ഉച്ചകോടിയിലെത്തുന്നത് എപ്പോഴാണ്? ആ വിശ്വാസത്തിന് സാക്ഷ്യം വഹിക്കുമ്പോൾ, ആ വിശ്വാസം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുമ്പോൾ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എത്രയേറെ ധ്യാന കേന്ദ്രങ്ങളിൽ എത്ര പ്രാവശ്യം ധ്യാനം കേട്ടാലും, എത്ര സുവിശേഷ യോഗങ്ങളിൽ പങ്കെടുത്താലും, എത്ര പ്രാവശ്യം വചനം കേട്ടാലും, ഈ കേട്ട വചനം മറ്റുള്ളവരോട് പറയുവാൻ നിങ്ങൾ ഒരുക്കമല്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം ഇനിയും പൂർണ്ണത പ്രാപിച്ചിട്ടില്ല. നിങ്ങളുടെ വിശ്വാസം ഇനിയും ഉച്ചസ്ഥായിലെത്തിയിട്ടില്ല. അതുകൊണ്ട് കേട്ട വചനം വീണ്ടും കേൾക്കുന്നതല്ലാതെ ആ വചനം മറ്റുള്ളവരോട് പറയുവാൻ നിങ്ങളും ഞാനും പ്രതിജ്ഞാബദ്ധരായിരിക്കണം. ആ വചനം മറ്റുള്ളവരോട് നാം പങ്കുവയ്ക്കണം. അപ്പോഴാണ് നാം ക്രൈസ്തവരാകുന്നത്. അപ്പോഴാണ് നമ്മുടെ വിശ്വാസം പൂർണ്ണതയിലെത്തുന്നത്. അല്ല എങ്കിൽ നമ്മുടെ വിശ്വാസം പൂർണ്ണ വിശ്വാസമല്ല. വിശ്വാസം പൂർണ്ണമാകുന്നത് ഈ വിശ്വാസം മറ്റുള്ളവരോട് പറയുമ്പോഴാണ്. ഇന്ന് വരെ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നിട്ട് യേശുവിനെ അറിഞ്ഞിട്ട് വർഷങ്ങളായി കാണും, സുവിശേഷം കേട്ടിട്ട് വർഷങ്ങളായി കാണും. ഒരു മനുഷ്യനോടെങ്കിലും സുവിശേഷം പ്രസംഗിച്ചിട്ടുണ്ടോ? യേശുവിനെ കേൾക്കാത്ത ആരോടെങ്കിലും യേശുവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? ഈ ഭൂമിയിൽ 80-90 വർഷം ജീവിച്ചിട്ട് ഒരു മനുഷ്യനോട് പോലും യേശുവിനെ കുറിച്ച് പറയാതെ നാം ഇവിടെ നിന്ന് കടന്നു പോവുകയാണെങ്കിൽ നമുക്ക് ദുരിതം. വിശുദ്ധ പൗലോസ്ലീഹ കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 9-ാം അധ്യായം 16-ാം വാക്യത്തിൽ വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നു, ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ല എങ്കിൽ എനിക്ക് ദുരിതം. ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നുവെങ്കിലോ എനിക്ക് അഭിമാനിക്കാൻ യാതൊരു വകയുമില്ല. ഞാൻ എൻ്റെ കടമയാണ് ചെയ്യുന്നത്. സുവിശേഷം പ്രസംഗിക്കുക എന്നത് എൻ്റെ കടമയാണ്. അത് ഞാൻ ചെയ്യുന്നുവെങ്കിൽ എനിക്ക് അഭിമാനിക്കാൻ യാതൊരു വകയുമില്ല. അത് ഞാൻ ചെയ്യുന്നില്ല എങ്കിലോ എനിക്ക് ദുരിതം. അങ്ങനെയെങ്കിൽ നമ്മിൽ എത്രയോ പേർ ഈ ദുരിതം അനുഭവിക്കുന്നവരാണ്. യേശുവിനെ കുറിച്ച് കേട്ടിട്ട് പതിറ്റാണ്ടുകൾ കഴിഞ്ഞു, സുവിശേഷം കേട്ടിട്ട് വർഷങ്ങളേറെ കഴിഞ്ഞു. പക്ഷെ ഇന്ന് വരെ സുവിശേഷം കേൾക്കാത്ത ഒരു മനുഷ്യനോട് പോലും ഈ യേശുവിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. ഈ യേശുവിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. അങ്ങനെയെങ്കിൽ നമുക്ക് ദുരിതം.
വചനം വീണ്ടും വീണ്ടും കേൾക്കുന്നതിലല്ല, കേട്ട വചനം ഉള്ളിലേക്ക് സ്വീകരിക്കുന്നതിലും ആ വചനം കൊണ്ട് നിറയുന്നതിലും ആ നിറവിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് ഈ വചനം എത്തിച്ചു കൊടുക്കുന്നതിലുമാണ് വിശ്വാസിയുടെ തീഷ്ണത അടങ്ങിയിരിക്കുന്നത്, വിശ്വാസത്തിൻ്റെ പൂർണ്ണത അടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വചനം കേൾക്കുന്നതിൽ മാത്രം ശ്രദ്ധിച്ചാൽ പോരാ. കേട്ട വചനം സ്വായത്തമാക്കുന്നതിലും ആ വചനം മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കുന്നതിലും നാം ശ്രദ്ധയുള്ളവരാകണം. മറ്റുള്ളവരോട് സുവിശേഷം പറയണമെങ്കിൽ ആദ്യം നാം എന്താണ് ചെയ്യേണ്ടത്? നാം ഈ സുവിശേഷം കൊണ്ട് നിറയണം. ഈ സുവിശേഷം നാം അനുഭവിക്കണം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ ഇങ്ങനെയാണ് പറയുന്നത്: ആദ്യം മുതൽ ഉണ്ടായിരുന്നതും ഞങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കണ്ടതും സൂക്ഷിച്ച് വീക്ഷിച്ചതും ഞങ്ങൾ കേട്ടതുമായ ജീവന്റെ സുവിശേഷം ഞങ്ങൾ നിങ്ങളോട് പറയുന്നു. എങ്ങനെയുള്ള സുവിശേഷമാണ്? ആദ്യം മുതൽ ഉണ്ടായിരുന്നത്, ഞങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കണ്ടത്, കാതുകൾ കൊണ്ട് കേട്ടത്, കരങ്ങൾ കൊണ്ട് സ്പർശിച്ചതുമായ ജീവന്റെ വചനം ഞങ്ങൾ നിങ്ങളോട് പറയുന്നു. ഇത് നിങ്ങൾക്ക് കൂട്ടായ്മയുണ്ടാകാനാണ്, ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകാനാണ്. ഈ ഞങ്ങളുടെ കൂട്ടായ്മ ദൈവത്തോടും അവൻ്റെ പുത്രനായ ഈശോ മിശിഹായോടുമാണ്. ആ കൂട്ടായ്മയിലേക്ക് നിങ്ങളും വരണമെന്ന് ആഗ്രഹിച്ച് ഞങ്ങൾ നിങ്ങളോട് പറയുന്നു. ഏതു വചനം? ഞാൻ കണ്ടതും കേട്ടതും അനുഭവിച്ചറിഞ്ഞതുമായ വചനം. ഇങ്ങനെ പറയാൻ നമുക്ക് സാധിക്കുമോ? ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ട വചനം, എൻ്റെ കാതുകൊണ്ട് കേട്ട വചനം, എൻ്റെ കരങ്ങൾ കൊണ്ട് സ്പർശിച്ചറിഞ്ഞ വചനം, ഇത് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നു എന്ന അവസ്ഥയിലേക്ക് വരുവാൻ നിങ്ങൾക്കും എനിക്കും എന്ന് കഴിയുന്നുവോ, അന്നാണ് നാം ക്രൈസ്തവരാകുന്നത്. അന്നാണ് നമ്മുടെ വിശ്വാസം പൂർണ്ണതയിലെത്തുന്നത്. അന്നാണ് തമ്പുരാൻ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ക്രൈസ്തവ മക്കളായി നാം വളരുന്നത്. ഇത് സംഭവിക്കണമെങ്കിൽ വചനത്തിൻ്റെ ശക്തി നാം അനുഭവിച്ചറിയണം, നാം കാണണം, നാം കേൾക്കണം. വചനത്തിൻ്റെ ശക്തി നമ്മുടെ കരങ്ങൾ കൊണ്ട് നാം അനുഭവിച്ചറിയണം. എത്രയോ വർഷങ്ങളായി നാം വചനം കേൾക്കാൻ തുടങ്ങിയിട്ട്, എത്രയോ വർഷങ്ങളായി നാം കൺവെൻഷനുകളിൽ പങ്കെടുക്കാൻ തുടങ്ങിയിട്ട് ഈ വചനത്തിൻ്റെ ശക്തി അനുഭവിച്ചു കഴിഞ്ഞോ? ഈ വചനം ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞോ? ഞാൻ എൻ്റെ ജീവിതത്തിൽ പരിചയപ്പെട്ടിട്ടുള്ള ഒരു വലിയ സുവിശേഷ പ്രഘോഷകയെക്കുറിച്ച് നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളിൽ ഇവിടെ ഇരിക്കുന്നവരിൽ ആരും തന്നെ ഈ സുവിശേഷ പ്രഘോഷയെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവില്ല. ഒരുപക്ഷെ ഈ ലോകത്തിൽ തന്നെ ആരും ഈ സുവിശേഷ പ്രസംഗകയെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവില്ല. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള ഒരു വലിയ സുവിശേഷ പ്രഘോഷക, ഏകദേശം 12 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ സെമിനാരിക്കാരനായിരുന്ന ഒരു അവധിക്കാലത്ത് ഞാൻ ഞങ്ങളുടെ രൂപതയിലെ ഒരു ഉൾനാടൻ ഗ്രാമത്തിലേക്ക് പോയി. അന്നത്തെ അവിഭക്ത ആന്ധ്രയിലെ തന്നെ ഏറ്റവും പിന്നാക്കം നിൽക്കുന്ന ഒരു താലൂക്കായിരുന്നു അത്. ആ ഗ്രാമത്തിലേക്ക് പോയി ഞങ്ങൾ അവിടെ 3 ദിവസം താമസിച്ച് അവിടെയുള്ള ജനങ്ങളോട് സുവിശേഷം പ്രസംഗിച്ചു. എല്ലാ ദിവസവും വൈകുന്നേരം ധാരാളം പേർ സുവിശേഷം കേൾക്കാൻ വരുമായിരുന്നു. അവിടുത്തെ ജനത്തിനൊരു പ്രത്യേകതയുണ്ട്. വായിക്കാൻ അറിയാവുന്നവരെല്ലാവരും ബൈബിളുമായിട്ടേ സുവിശേഷം കേൾക്കാൻ വരികയുള്ളൂ. വായിക്കാൻ അറിയാവുന്ന എല്ലാവരും ബൈബിളും കൊണ്ടാണ് വിശുദ്ധ കുർബാനയ്ക്ക് ഞായറാഴ്ച വരുന്നത്. 2000 വർഷത്തെ കത്തോലിക്ക പാരമ്പര്യമുള്ള നമ്മിൽ എത്ര പേർ ഞായറാഴ്ച ബൈബിളും എടുത്ത് പള്ളിയിലേക്ക് പോകാൻ ധൈര്യം കാണിക്കും? അല്ലെങ്കിൽ അതിനുള്ള ശ്രമമെടുക്കുവാൻ എത്ര പേർ തയ്യാറാണ്? വെറും 50 വർഷത്തെ കത്തോലിക്ക പാരമ്പര്യമുള്ള ഈ ക്രൈസ്തവർ അവർ ഞായറാഴ്ച പള്ളിയിലേക്ക് പോകുമ്പോൾ ഈ ബൈബിളും എടുത്തുകൊണ്ടാണ് പോകുന്നത്. ഈ ബൈബിളും എടുത്തുകൊണ്ട് ബഹുഭൂരിപക്ഷം വരുന്ന ഇതര മതസ്ഥരുടെ ഇടയിലൂടെ അവർ നടന്നു പോകുമ്പോൾ അവർ കർത്താവിന് സാക്ഷ്യം നൽകുകയാണ്. ഞാൻ ക്രൈസ്തവനാണ്, ഞാൻ ക്രിസ്ത്യാനിയാണ് എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് ബൈബിളും പിടിച്ചാണ് ഇവർ പള്ളിയിലേക്ക് പോകുന്നത്. അങ്ങനെ എഴുത്തും വായനയും അറിയാവുന്ന എല്ലാവരും ബൈബിളും പിടിച്ചാണ് സുവിശേഷം കേൾക്കാൻ അന്ന് വന്നിരുന്നത്. അവരുടെ ഇടയിൽ ഒരു സ്ത്രീയെ ഞാൻ ശ്രദ്ധിച്ചു. അവർക്കന്ന് ഏകദേശം 65 വയസ്സ് പ്രായം കാണും. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞു, അവിഭക്ത ആന്ധ്രാപ്രദേശിലെ തന്നെ വിദ്യാഭ്യാസപരമായും സാംസ്കാരികമായും സാമ്പത്തികമായും ഏറ്റവും പിന്നാക്കം നിന്നിരുന്ന താലൂക്കുകളിൽ ഒന്നായിരുന്നു ആ പ്രദേശം. അവിടെയുള്ള ഒരു സ്ത്രീ, ഏകദേശം 65 വയസ്സുള്ള സ്ത്രീ, ഈ സ്ത്രീ ഒരു ബൈബിൾ കെട്ടിപ്പിടിച്ചാണ് അന്ന് സുവിശേഷ പ്രസംഗം കേൾക്കാൻ വന്നത്.
അവരുടെ കയ്യിൽ ഒരു ചെറിയ ബൈബിൾ ഉണ്ടായിരുന്നു. ഇത് സമ്പൂർണ്ണ ബൈബിളാണ്, അതൊരു ചെറിയ ബൈബിളായിരുന്നു. ഈ ചെറിയ ബൈബിൾ ഇങ്ങനെ കെട്ടിപ്പിടിച്ചാണ് അവർ സുവിശേഷം കേൾക്കാൻ വന്നത്. ഇവരെ കണ്ടപ്പോൾ എനിക്ക് കൗതുകം തോന്നി. കാരണം അത്രയും പിന്നാക്കം നിൽക്കുന്ന ഒരു ഗ്രാമത്തിൽ ഇത്രയും പ്രായം ചെന്നൊരു സ്ത്രീ എഴുതാനും വായിക്കാനും പഠിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് കൗതുകം തോന്നി. ഞാൻ ആ ചേച്ചിയോട് ചോദിച്ചു, അമ്മച്ചി ബൈബിളൊക്കെ കൊണ്ടാണ് പള്ളിയിലേക്ക് വരുന്നത് അല്ലേ സുവിശേഷ പ്രസംഗം കേൾക്കാൻ? അതെ. ബൈബിളൊക്കെ വായിക്കാറുണ്ടല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഞാൻ ബൈബിൾ വായിച്ചിട്ടില്ല, ഞാൻ ഒരിക്കലും ബൈബിൾ വായിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, ഈ ബൈബിള് നെഞ്ചോട് ചേർത്ത് പിടിച്ച് നടക്കുന്നുണ്ടല്ലോ? അവർ പറഞ്ഞു, ഈ ബൈബിൾ തുറന്ന് വായിക്കാനുള്ള ഭാഗ്യം എനിക്കൊരിക്കലും ലഭിച്ചിട്ടില്ല. പക്ഷേ ഇത് എൻ്റെ നെഞ്ചോട് ചേർത്ത് വെച്ച് ഞാൻ നടക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ബലം അത് മകന് പറഞ്ഞാൽ മനസ്സിലാവില്ല. അന്ന് ഞാൻ വളരെ ചെറുപ്പമായിരുന്നു. എന്നോട് ഇങ്ങനെ തന്നെയാണ് അവർ പറഞ്ഞത്, ഈ ബൈബിൾ എൻ്റെ നെഞ്ചോട് ചേർത്ത് വെച്ച് നടക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ശക്തിയെക്കുറിച്ച് മോനോട് പറഞ്ഞാൽ മോന് മനസ്സിലാകില്ല എന്ന്. ഞാൻ അതിശയിച്ചു പോയി. ഞാൻ അവരുടെ മുമ്പിൽ തോറ്റുപോയി. അവർ എന്നെ വെല്ലുവിളിക്കുകയായിരുന്നു. ഒരിക്കൽ പോലും തുറന്നു വായിക്കാൻ സാധിക്കാത്ത ബൈബിൾ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഈ വചനത്തിൽ നിന്നും എനിക്ക് ലഭിക്കുന്ന ശക്തി മോന് പറഞ്ഞാൽ മനസ്സിലാകില്ല എന്ന് 65 വയസ്സോളമുള്ള ആ സ്ത്രീ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ ഇല്ലാതായി. അവരുടെ പേര് പോഷക്ക. പോഷക്ക എന്ന് പറയുന്ന ഈ സ്ത്രീ, അക്ഷരാഭ്യാസമില്ലാത്ത ഈ സ്ത്രീ എന്നെ വെല്ലുവിളിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മൾ എത്ര ഭാഗ്യവാന്മാരാണ്. ഈ സുവിശേഷം വായിക്കുവാൻ തമ്പുരാൻ നമ്മെ പഠിപ്പിച്ചു. ഈ സുവിശേഷത്തെക്കുറിച്ച് മറ്റെല്ലാ ലേഖനങ്ങൾ വായിക്കുവാൻ, മറ്റനേകം പുസ്തകങ്ങൾ വായിക്കുവാൻ തമ്പുരാൻ നമ്മെ പഠിപ്പിച്ചു. ഈ സുവിശേഷം കേൾക്കുവാൻ തമ്പുരാൻ എല്ലാ മുക്കിലും മൂലയിലും നമുക്ക് അവസരമൊരുക്കി തന്നു. എന്നിട്ടും ഈ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ശക്തി നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ? ഈ വിശുദ്ധ ഗ്രന്ഥം നെഞ്ചോട് ചേർത്ത് നടക്കുവാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ആ അനുഭവം നിങ്ങൾക്കുണ്ടോ? ഈ പാവപ്പെട്ട സ്ത്രീ പോഷക്ക, 65 വയസ്സോളം വരുന്ന സ്ത്രീ, ഒരിക്കൽ പോലും ജീവിതത്തിൽ ബൈബിൾ തുറന്ന് വായിക്കുവാൻ ഭാഗ്യം ലഭിച്ചിട്ടില്ലാത്ത ആ സ്ത്രീ നെഞ്ചോട് ചേർത്ത് വെച്ച് നടക്കുന്നത് കണ്ടപ്പോൾ ഞാൻ അതിശയിച്ചു പോയി. പ്രിയപ്പെട്ടവരെ, പറയാൻ എളുപ്പമാണ്, പക്ഷെ ജീവിക്കാൻ ബുദ്ധിമുട്ടാണ്. അവർ പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് വലിയ അത്ഭുതം തോന്നി. ഞാൻ വിചാരിച്ചു, ഒരു പക്ഷേ പള്ളിയിലേക്ക് വരുമ്പോൾ അവർ അങ്ങനെ കൊണ്ടുവരുന്നതായിരിക്കാം, എന്നോട് അങ്ങനെ പറഞ്ഞതായിരിക്കാമെന്ന്. പക്ഷെ അതല്ല, അവർ അതിൻ്റെ ശക്തി പൂർണ്ണമായും അനുഭവിച്ചിരുന്നു എന്ന് പിന്നീട് ഞാൻ മനസ്സിലാക്കി. ഏകദേശം 3 വർഷത്തിന് ശേഷം ഞാൻ ഈ ഗ്രാമത്തിലേക്ക് വീണ്ടും പോയി. അപ്പോൾ 3 വർഷങ്ങൾക്ക് മുമ്പ് കണ്ട ആ സ്ത്രീയുടെ രൂപം എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. അവർ എന്നെ വെല്ലുവിളിച്ചിരുന്നു. വചനത്തിൻ്റെ ശക്തി അനുഭവിക്കുവാൻ അവർ എന്നെ പഠിപ്പിച്ചിരുന്നു. ആ സ്ത്രീ എവിടെയെന്ന് എൻ്റെ കണ്ണുകൾ അന്വേഷിച്ചു. അന്ന് സുവിശേഷ പ്രസംഗമെല്ലാം കഴിഞ്ഞതിന് ശേഷം അവിടെ ഉണ്ടായിരുന്നവരോട് ഞാൻ ചോദിച്ചു, ഇവിടെ ഒരു പോഷക്ക ഉണ്ടായിരുന്നല്ലോ, എന്നും പള്ളിയിൽ വരുമായിരുന്നു, അവരെ ഇന്ന് കണ്ടില്ലല്ലോ. അപ്പോൾ അവർ പറഞ്ഞു, പോഷക്കയ്ക്ക് വയ്യ, പോഷക്കയ്ക്ക് രോഗമാണ്, പോഷക്ക കിടപ്പലാണ്. പോഷക്ക നടന്നു വരാൻ കഴിയുന്നിടത്തോളം കാലം പള്ളിയിൽ വരുമായിരുന്നു, ഇപ്പോൾ വരാൻ സാധിക്കില്ല. ഈ സ്ത്രീയെ ഒന്ന് കാണണമെന്ന് ഞാൻ വിചാരിച്ചു. കാരണം ആ സ്ത്രീയോട് എനിക്ക് അത്രയും വലിയ മതിപ്പുണ്ടായിരുന്നു. ഈ സ്ത്രീയെ ഒന്ന് കാണണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അങ്ങനെ അവിടെയുള്ള 2-3 ചേട്ടന്മാരെയും കൂട്ടി ആ സ്ത്രീയുടെ വീട്ടിലേക്ക് ഞാൻ പോയി. വീട് എന്ന് പറയാൻ നമുക്ക് സാധിക്കില്ല, ഒരു കുടിൽ, പൊട്ടിപ്പൊളിഞ്ഞൊരു കുടിൽ. ആ കുടിലിനകത്തല്ല പോഷക്ക കിടക്കുന്നത്. പോഷക്ക കിടക്കുന്നത് പുറത്ത് ഒരു കട്ടിലിലാണ്. കാരണം പക്ഷവാത രോഗം വന്ന് കുറച്ച് മാസങ്ങളായി പോഷക്ക കിടന്ന കിടപ്പിൽ കിടപ്പാണ്. മലമൂത്ര വിസർജനം ആ കട്ടിലിൽ കിടന്ന് തന്നെ ചെയ്യുന്നു. മരുമകൾ ഔദാര്യത്തോടു കൂടി ചെയ്യുന്ന ശുശ്രൂഷ സ്വീകരിച്ച് പോഷമ്മ ജീവിക്കുന്നു. പക്ഷേ അന്നും പോഷക്കയുടെ നെഞ്ചിൽ ബൈബിൾ ഉണ്ടായിരുന്നു. ഒരിക്കൽ പോലും തുറന്നു വായിക്കാൻ ലഭിച്ചിട്ടില്ലാത്ത ആ ബൈബിൾ കെട്ടിപ്പിടിച്ച് ആ സ്ത്രീ വളരെ ചൈതന്യത്തോടും സന്തോഷത്തോടും ശാന്തതയോടും കൂടി കിടക്കുന്നത് കണ്ടപ്പോൾ പ്രിയപ്പെട്ടവരെ, ഞാൻ അതിശയിച്ചു പോയി. ഇതാണ് ജീവിക്കുന്ന ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 63-ാം വാക്യത്തിൽ യേശു പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം ആത്മാവും ജീവനുമാണ്. ആത്മാവും ജീവനുമായ ആ വചനത്തിൻ്റെ ശക്തി ഒരിക്കൽ പോലും ആ വചനം വായിക്കുവാൻ ഭാഗ്യം ലഭിച്ചിട്ടില്ലാത്ത, അക്ഷരവിദ്യാഭ്യാസമില്ലാത്ത ആ ഗ്രാമീണ സ്ത്രീ അനുഭവിച്ചിരുന്നു. അത് അവരുടെ മുഖത്ത് നിഴലിക്കുമായിരുന്നു. നെഞ്ചോട് ചേർത്ത് പിടിച്ച ബൈബിൾ അന്നും അവരോടൊപ്പം ഉണ്ടായിരുന്നു. അവർ അവിടെ പിന്നെയും ചില ആഴ്ചകൾ കിടന്നു. അതിനുശേഷം അവർ മരിച്ചുപോയി. ഇന്ന് പോഷക്കയില്ല. പക്ഷേ
നെഞ്ചോട് ബൈബിൾ ചേർത്ത് പിടിച്ച് ആ ബൈബിളിൽ നിന്ന് ഊർജവും ശക്തിയും സ്വീകരിച്ച് ജീവിച്ച ആ പോഷക്ക എന്നും പറയാം, പോഷമ്മ എന്നും പറയാം. അതുകൊണ്ടാണ് ഞാൻ പോഷമ്മ എന്നും പറഞ്ഞത്. ഈ പോഷമ്മ നമുക്ക് എല്ലാവർക്കും ഒരു വെല്ലുവിളിയാണ്. സുവിശേഷ പ്രഘോഷകയാണ് അവൾ. കാരണം സുവിശേഷത്തിൻ്റെ ശക്തി അനുഭവിച്ചറിഞ്ഞു. ആ സുവിശേഷം മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്നു. ഒരിക്കൽ പോലും വായിക്കുവാൻ സാധിക്കാത്ത ആ സുവിശേഷ ഗ്രന്ഥം നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഈ ലോകത്തോട് പോഷക്ക വിളിച്ചു പറഞ്ഞു, ഞാൻ ക്രിസ്ത്യാനിയാണ്, ഞാൻ ബൈബിളിൽ വിശ്വസിക്കുന്നു, ഈ ബൈബിളിൽ ശക്തിയുണ്ട്, ഈ ബൈബിളിൽ ജീവനുണ്ട്, ഈ ബൈബിളിൽ ആത്മാവുണ്ട് എന്ന് ഈ അക്ഷരവിദ്യാഭ്യാസമില്ലാത്ത ഈ സ്ത്രീ വിളിച്ചു പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, അവർ അവരുടെ ജീവിതത്തിൽ വചനത്തിൻ്റെ ശക്തി അനുഭവിച്ചിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ മറ്റുള്ളവരോടും എന്നോടും പറയുവാനുള്ള കരുത്ത് അവർക്ക് ലഭിച്ചത്. ഈ വചനത്തിൻ്റെ ശക്തി നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ? ഈ വചനത്തിൻ്റെ ശക്തിയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം? അല്ലെങ്കിൽ നമുക്ക് എന്തറിയാം? ഈ വചനത്തിൻ്റെ ശക്തി നാം അനുഭവിക്കണം. അനുഭവിച്ച വചനത്തെക്കുറിച്ച് നാം മറ്റുള്ളവരോട് പറയണം. അപ്പോഴാണ് നാം ക്രൈസ്തവരായി മാറുന്നത്, നമ്മുടെ വിശ്വാസം പൂർണ്ണതയിൽ എത്തുന്നത്. മറ്റുള്ളവരോട് സുവിശേഷം പ്രസംഗിക്കണമെങ്കിൽ ആദ്യം വചനം കൊണ്ട് നാം നിറയണം. അങ്ങനെ ചെയ്യണമെങ്കിൽ വചനം നാം താല്പര്യപൂർവ്വം കൈകളിലെടുക്കണം. ഈ വചനം നാം വായിക്കണം. ഈ വചനത്തിൽ നിന്ന് നാം ശക്തി സംഭരിക്കണം. ഈ വചനത്തിൻ്റെ ചൈതന്യം നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിച്ച് അറിയണം. നമ്മൾ എത്രയോ ഭാഗ്യം ചെയ്തവരാണ്. ഈ വിശുദ്ധ ഗ്രന്ഥം എൻ്റെയും നിങ്ങളുടെയും കൈകളിലേക്ക് എങ്ങനെയാണ് എത്തിയത്? യേശു മരിച്ചപ്പോൾ, യേശു ഉത്ഥാനം ചെയ്ത് സ്വർഗസ്ഥനായ പിതാവിൻ്റെ പക്കലേക്ക് പോയപ്പോൾ ഈ ലോകത്ത് എത്ര ക്രിസ്ത്യാനികളുണ്ട്? യേശുവിൻ്റെ ശിഷ്യന്മാർ എത്ര പേരുണ്ട്? വിരലിൽ എണ്ണാവുന്ന പേർ. അവർ ഈ സുവിശേഷം നെഞ്ചോട് ചേർത്ത് പിടിച്ചു. അവരുടെ ജീവിതത്തിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് ഈ സുവിശേഷമെന്ന് അവർ മനസ്സിലാക്കി. അതുകൊണ്ട് അവരുടെ ജീവൻ പണയം വെച്ചും ഈ വിശുദ്ധ ഗ്രന്ഥത്തെ അവർ സംരക്ഷിച്ചു. അങ്ങനെ അവർ അടുത്ത തലമുറയ്ക്ക് കൈമാറി. അങ്ങനെ ആയിരക്കണക്കിന് പേർ സുവിശേഷത്തെ പ്രതി ജീവൻ ബലിയർപ്പിച്ചും പീഡനങ്ങൾ ഏറ്റുവാങ്ങിയും സഹനങ്ങൾ സഹിച്ചും ഈ വിശുദ്ധ ഗ്രന്ഥം സംരക്ഷിച്ചതുകൊണ്ട് ഈ വിശുദ്ധ ഗ്രന്ഥം എൻ്റെയും നിങ്ങളുടെയും കൈകളിലുണ്ട്. യേശുവിൻ്റെ ശിഷ്യന്മാരിൽ ആരെങ്കിലും കട്ടിലിൽ കിടന്ന് മരിച്ചിട്ടുണ്ടോ? യേശുവിൻ്റെ ശിഷ്യന്മാരിൽ ആരും കട്ടിലിൽ കിടന്ന് മരിച്ചിട്ടില്ല. നാം എത്രയോ ഭാഗ്യവാന്മാരാണ്. സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ICU മുറിയിലും വെന്റിലേറ്ററിലും കിടന്ന് നാം മരിക്കുന്നു. യേശുവിൻ്റെ ശിഷ്യന്മാർ, മെത്രാന്മാർ, വൈദികർ, സിസ്റ്റേഴ്സ്, അൽമായ പ്രേക്ഷിതർ, നാം എല്ലാവരും ഇങ്ങനെയാണ് മരിക്കുന്നത്. പക്ഷേ യേശുവിനെ ഹൃദയം കൊണ്ടറിഞ്ഞവർ, യേശുവിനെ കണ്ടറിഞ്ഞവർ, തൊട്ടറിഞ്ഞവർ, സുവിശേഷത്തിന് വേണ്ടി ജീവിച്ച് മരിച്ചവർ, അവർ ആരും കട്ടിലിൽ കിടന്ന് മരിച്ചിട്ടില്ല. അതിനുള്ള ഭാഗ്യം അവർക്ക് ലഭിച്ചിട്ടില്ല. അല്ലെങ്കിൽ അത് ഭാഗ്യമാണ് എന്ന് അവർ കരുതിയില്ല. അവരുടെ ജീവിതം അവസാനിച്ചത് വാൾത്തലയിലും കുന്തമുനയിലും വറചട്ടിയിലും മെരുതിയിലും സമുദ്രത്തിൻ്റെ അടിത്തട്ടിലുമായിരുന്നു. സുവിശേഷത്തിന് വേണ്ടി അവർ അവരുടെ ജീവിതത്തെ വലിച്ചെറിഞ്ഞു, ജീവിതത്തെ പണയം വെച്ചു. അവരുടെ ജീവനേക്കാൾ വിലപ്പെട്ടതാണ് സുവിശേഷമെന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ട് അവരുടെ ജീവിതത്തെ നഷ്ടപ്പെടുത്തുകയും ഈ സുവിശേഷ ഗ്രന്ഥത്തെ അവർ സംരക്ഷിച്ചു. അതുകൊണ്ട് ഇത് എൻ്റെയും നിങ്ങളുടെയും കൈകളിലിരിക്കുന്നു. ഈ സുവിശേഷം എൻ്റെയും നിങ്ങളുടെയും കൈകളിൽ എത്തിക്കാൻ എത്രയോ പേർ ഈ ഭൂമിയിൽ ചോര വീഴ്ത്തിയിരിക്കുന്നു. എത്രയോ പേരുടെ ത്യാഗമാണിത്. എത്രയോ പേരുടെ ആത്മബലിയുടെ ഫലമാണിത്. ഇത് എൻ്റെ കൈകളിലിരിക്കുമ്പോൾ ഇതിനെ സ്നേഹിക്കാനും പഠിക്കാനും വായിക്കാനും ഞാൻ പഠിക്കണം, ഞാൻ മനസ്സിലാക്കിയിരിക്കണം. അങ്ങനെ വചനത്തിൻ്റെ ശക്തി ഞാൻ തിരിച്ചറിയണം. ആത്മാവും ജീവനുമായ യേശുവിൻ്റെ വചനത്തിൻ്റെ ശക്തി ഭൂമാകാശങ്ങൾ കടന്നു പോയേക്കാം, പക്ഷേ എൻ്റെ വചനങ്ങൾ കടന്നു പോവുകയില്ല. ലൂക്കായുടെ സുവിശേഷം 21-ാം അധ്യായം 33-ാം വാക്യം. നാം ഇവിടെ ഇരിക്കുന്ന ഈ ഭൂമി വിണ്ടുകീറിപ്പോയേക്കാം, ആകാശം താഴേക്ക് വീണുപോയേക്കാം, സമുദ്രങ്ങൾ നികന്നു പോയേക്കാം, മലകളും പർവ്വതങ്ങളും പറന്നു പോയേക്കാം. ഇതെല്ലാം സംഭവിച്ചാലും ഈ വചനം കടന്നു പോവുകയില്ല. ഈ വചനം നിറവേറിയിരിക്കും. ഈ ദൈവത്തിൻ്റെ വചനം, ആത്മാവും ജീവനുമായ വചനം അനുഭവിക്കാൻ നിങ്ങൾക്കും എനിക്കും സാധിച്ചിട്ടുണ്ടോ എന്ന് ഇന്ന് നാം ചിന്തിക്കണം. അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരോട് പറയുവാനുള്ള ധൈര്യം നാം കാണിച്ചിട്ടുണ്ടോ? വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ പറയുന്നത് പോലെ, ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതും കാതുകൊണ്ട് കേട്ടതും കരങ്ങൾ കൊണ്ട് സ്പർശിച്ചതുമായ ജീവൻ്റെ സുവിശേഷം നിങ്ങളോട് പറയുന്നു. ഈ അവസ്ഥയിലേക്ക് നാം വളരണം.
ആദ്യത്തെ പണി സുവിശേഷം പഠിക്കുക, മനസ്സിലാക്കുക, അതുകൊണ്ട് നിറയുക. രണ്ടാമത്തെ പണി നാം അനുഭവിച്ച സുവിശേഷം മറ്റുള്ളവരോട് പറയുക. അപ്പോഴാണ് നാം പ്രേക്ഷിതരാകുന്നത്, ക്രിസ്ത്യാനികളാകുന്നത്. വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്നുമാണ്. ഒരിക്കലും കേട്ടിട്ടില്ലാത്തവനിൽ അവർ എങ്ങനെ വിശ്വസിക്കും? ഒരിക്കലും വിശ്വസിക്കാത്തവനെ അവർ എങ്ങനെ വിളിച്ചപേക്ഷിക്കുമെന്ന് പൗലോസ്ലീഹ നമ്മോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ നമ്മുടെ കാതുകളിൽ മുഴങ്ങി കേൾക്കട്ടെ. ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞു, ലക്ഷക്കണക്കിന് ഗ്രാമങ്ങൾ നമ്മുടെ മാതൃരാജ്യത്ത് ഇനിയും സുവിശേഷം കേൾക്കാൻ കാത്തിരിക്കുന്നു. അവരോട് ആരാണ് സുവിശേഷം പറയേണ്ടത്? നമ്മളെല്ലാവരുമാണ് അവരോട് സുവിശേഷം പറയേണ്ടത്. ഇത് ആർക്കെങ്കിലും മാത്രമാക്കി മാറ്റിവെച്ചിരിക്കുന്ന ഒരു പണിയല്ല. വൈദിക ജീവിതത്തിലേക്കുള്ള ദൈവവിളി, അല്ലെങ്കിൽ സമർപ്പിത ജീവിതത്തിലേക്കുള്ള ദൈവവിളി, അതൊരു പ്രത്യേകമായ ദൈവവിളിയാണ്, അസാധാരണമായ ദൈവവിളിയാണ്. പക്ഷേ പ്രേക്ഷിതരാകാനുള്ള ദൈവവിളി അതൊരു പ്രത്യേകമായ ദൈവവിളിയുമല്ല, അത് സാധാരണമായ ദൈവവിളിയാണ്, എല്ലാവരുടെയും ദൈവവിളിയാണ്. ക്രിസ്ത്യാനികളെല്ലാം പ്രേക്ഷിതരാണ്. മാമോദീസ സ്വീകരിച്ചവരെല്ലാവരും മിഷണറിമാരാണ്. എല്ലാവർക്കുമുള്ള വിളിയാണ് പ്രേക്ഷിത വിളി, എല്ലാവർക്കുമുള്ള വിളിയാണ് മിഷണറിയുടെ വിളി. ഈ മിഷണറിയുടെ വിളി സ്വീകരിക്കാൻ നാം തയ്യാറാകണം. ഈ വിളിക്കനുസരിച്ച് ജീവിക്കാൻ നാം നമ്മെ തന്നെ ഒരുക്കണം. ഈ സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കാൻ നാം ഒരുങ്ങിയിരിക്കണം. ഈ സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കാൻ നാം ഇറങ്ങി പുറപ്പെടണം. നാം പ്രസംഗിച്ചില്ലെങ്കിൽ ആര് പ്രസംഗിക്കും? നാം പ്രസംഗിച്ചില്ലെങ്കിൽ അവർ എങ്ങനെ കേൾക്കും? അവർ കേട്ടില്ല എങ്കിൽ അവർ എങ്ങനെ വിശ്വസിക്കും? അവർ വിശ്വസിച്ചില്ല എങ്കിൽ അവർ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? ഇനി ഇങ്ങനെ മറ്റുള്ളവരോട് സുവിശേഷം പ്രസംഗിക്കുന്നതിൽ നിന്ന് നമ്മെ പുറകോട്ട് തിരിക്കുന്ന 2-3 കാരണങ്ങളുണ്ട്. ആദ്യത്തെ കാരണം ഭയം. നമ്മുടെ സൗകര്യം, നമ്മുടെ സന്തോഷം, നമ്മുടെ സുരക്ഷിതത്വം നഷ്ടപ്പെടുമോ എന്ന ഭയമുള്ളവരാണ് നാം. അതുകൊണ്ട് ആരെങ്കിലും എതിർത്താൽ നാം പത്തിമടക്കി മാളങ്ങളിൽ ഒളിച്ചിരിക്കും. അതിനു മുമ്പ് വരെ ഞാൻ ക്രിസ്ത്യാനിയാണെന്ന് പറയും. കേരളത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ എല്ലാ ധ്യാന കേന്ദ്രങ്ങളിലും പോയി സുവിശേഷം കേൾക്കും, എല്ലായിടത്തും പോയി പ്രസംഗിക്കും. പക്ഷെ ആരെങ്കിലും നമ്മുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്താൽ, ആരെങ്കിലും നീ എന്തുകൊണ്ട് ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കുന്നു എന്ന് ചോദിച്ചാൽ, നാം കൈയും കെട്ടി കണ്ണും പൂട്ടി മാളങ്ങളിൽ ഒളിച്ചിരിക്കുന്നു. ഇതല്ലേ സംഭവിക്കുന്നത്? 20 നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ജനിച്ചു വളർന്ന മാതൃരാജ്യത്ത് രാജ്യദ്രോഹികളെന്നും വിദേശികളെന്നും വിളിക്കപ്പെടുമ്പോൾ നമുക്കെന്തേ ശബ്ദിക്കാൻ സാധിക്കുന്നില്ല? നമുക്കെന്തുകൊണ്ട് പറയാൻ സാധിക്കുന്നില്ല? എൻ്റെ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കും, അവനെ ഞാൻ പ്രഘോഷിക്കും, അവനെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുമെന്ന് ഉറക്കെ പറയുവാൻ നിങ്ങൾക്കും എനിക്കും എന്തുകൊണ്ട് സാധിക്കുന്നില്ല? ഇത് സാധിക്കാത്തിടത്തോളം കാലം നാം എന്നും ഇങ്ങനെ തന്നെ ആയിരിക്കും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കേട്ട വചനം മറ്റുള്ളവരോട് പറയണം. നിങ്ങൾ അനുഭവിച്ച യേശു ക്രിസ്തുവിനെ കുറിച്ച് മറ്റുള്ളവരോട് പറയണം. കത്തോലിക്ക സഭയിൽ സുവിശേഷ പ്രവർത്തനത്തിന് എതിർപ്പുകളും വെല്ലുവിളികളും പ്രതിസന്ധികളും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല. സഭയുടെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ യേശുവിൻ്റെ പുനരുത്ഥാനത്തിന് ശേഷം ഇന്നുവരെ കത്തോലിക്ക സഭയുടെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ വെല്ലുവിളികളില്ലാത്തൊരു കാലഘട്ടം, എതിർപ്പുകളില്ലാത്തൊരു കാലഘട്ടം, പ്രതിസന്ധികളില്ലാത്തൊരു കാലഘട്ടം നമുക്ക് കാണാൻ സാധിക്കുമോ? ഇല്ല. സുവിശേഷ പ്രവർത്തനത്തിന്, ക്രൈസ്തവ സാക്ഷ്യത്തിന് എന്നും പ്രതിബന്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്, എന്നും വെല്ലുവിളികൾ ഉണ്ടായിട്ടുണ്ട്, എന്നും അതിക്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്, എന്നും പീഡനങ്ങൾ ഉണ്ടായിട്ടുണ്ട്, എന്നും സഹനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ മാത്രം ഇന്ന് ചെറിയൊരു പ്രശ്നം വരുമ്പോൾ, ചെറിയൊരു വെല്ലുവിളി വരുമ്പോൾ, ചെറിയൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ എന്തുകൊണ്ടാണ് നാം വായും പൂട്ടി സുഖമായി നമ്മുടെ ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ ജീവിച്ച് കഴിച്ചു കൂട്ടുന്നത്? എന്തുകൊണ്ട് നാം മറ്റുള്ളവരോട് പറയുന്നില്ല? ഈ എതിർപ്പുകളും ഈ എതിർപ്പിനേക്കാൾ വലിയ എതിർപ്പുകളും കത്തോലിക്ക സഭയുടെ ചരിത്രത്തിൽ എന്നുമുണ്ടായിരുന്നു, ഇന്നുമുണ്ട്. മറ്റു പലരോടും താരതമ്യം ചെയ്യുമ്പോൾ നാം എത്രയോ ഭാഗ്യവാന്മാരാണ്. നമ്മുടെ സഹോദരന്മാർ യേശു ക്രിസ്തുവിൽ വിശ്വാസം അർപ്പിച്ചതുകൊണ്ട് മാത്രം പീഡിപ്പിക്കപ്പെടുന്ന എത്രയോ സ്ഥലങ്ങളുണ്ട്. അവർ ചെയ്ത തെറ്റെന്താണ്? യേശുവിൽ വിശ്വസിച്ചു, അത് മാത്രമേ അവർ ചെയ്തിട്ടുള്ളൂ.
സുവിശേഷത്തിൽ വിശ്വസിച്ചതുകൊണ്ട്, യേശുവിൽ വിശ്വസിച്ചതുകൊണ്ട് എല്ലാ ദിവസവും പീഡനമേൽക്കുന്നവർ, എല്ലാ ദിവസവും പരിഹസിക്കപ്പെടുന്നവർ, നിന്ദിക്കപ്പെടുന്നവർ, നഗ്നരാക്കപ്പെടുന്നവർ നമ്മുടെ മാതൃരാജ്യത്ത് ജീവിക്കുമ്പോൾ അവരോട് ലവലേശവും സഹോദര്യമോ സ്നേഹമോ ഇല്ലാതെ നാം എങ്ങനെ സുരക്ഷിതരായി ജീവിക്കും? നാം എങ്ങനെ നമ്മുടെ സമ്പൽ സമൃദ്ധിയിൽ ഒന്നും അറിയാത്തവരായി ജീവിക്കും? അവരോട് നമുക്ക് കടപ്പാടില്ലേ? അവർ നമ്മുടെ ക്രൈസ്തവ സഹോദരങ്ങളല്ലേ? അവർ എന്ത് തെറ്റാണ് ചെയ്തത്? ഒരു തെറ്റും ചെയ്തിട്ടില്ല. യേശുവിൽ വിശ്വസിച്ചു, സുവിശേഷം കേട്ടു, ആ സുവിശേഷത്തിൽ അവർ പ്രത്യാശ അർപ്പിച്ചു. അതുകൊണ്ട് അവർ പീഡിപ്പിക്കപ്പെടുന്നു. ഞാനും നിങ്ങളും വിശ്വസിക്കുന്ന യേശുവിൽ വിശ്വസിച്ചതുകൊണ്ട് അവർ പീഡിപ്പിക്കപ്പെടുന്നു. ഞാനും നിങ്ങളും അംഗമായിരിക്കുന്ന പരിശുദ്ധ കത്തോലിക്ക സഭയിൽ അംഗമായതുകൊണ്ട് ആ പാവപ്പെട്ടവർ നഗ്നരാക്കപ്പെടുന്നു, പീഡിപ്പിക്കപ്പെടുന്നു, അവമാനിക്കപ്പെടുന്നു, നിന്ദിക്കപ്പെടുന്നു. അവരുടെ ശരീരം കർത്താവ് പ്രത്യേകമായി അടികൊള്ളുവാനും നിന്ദനങ്ങൾ ഏറ്റുവാങ്ങുവാനും പീഡനങ്ങൾ സഹിക്കാനുമായി പ്രത്യേകമായി അച്ചിൽ വാർത്തെടുത്തതാണോ? അവൻ്റെ ചോരയ്ക്കും എൻ്റെ ചോരയ്ക്കും ഒരേ നിറമാണ്. അവൻ്റെ ചോരയ്ക്കും നിങ്ങളുടെ ചോരയ്ക്കും ഒരൊറ്റ നിറമാണ്. അവരുടെ ശരീരങ്ങൾക്കും നമ്മുടെ ശരീരങ്ങൾക്കും ഒരേ സ്വഭാവ ഗുണങ്ങളാണ്. നിങ്ങൾ കടി കൊണ്ടാൽ വേദനിക്കുമെങ്കിൽ അവനും വേദനിക്കും. നിങ്ങളുടെ ചോരയ്ക്ക് മണമുണ്ടെങ്കിൽ അവൻ്റെ ചോരയ്ക്കും മണമുണ്ട്. അങ്ങനെയെങ്കിൽ വിശ്വാസത്തിന് വേണ്ടി അവർ ചോര വീഴ്ത്തുമ്പോൾ, വിശ്വാസത്തിന് വേണ്ടി അവർ അടികൊള്ളുമ്പോൾ, വിശ്വാസത്തിന് വേണ്ടി അവർ പീഡിപ്പിക്കപ്പെടുമ്പോൾ എങ്ങനെയാണ് അതേ ദൈവത്തിൽ വിശ്വസിക്കുന്ന, അതേ യേശുവിൽ വിശ്വസിക്കുന്ന നാം ഒന്നും കണ്ടില്ല, ഒന്നും കേട്ടില്ല എന്ന് വെച്ച് ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ എനിക്ക് ജന്മം നൽകിയതിന് നിനക്ക് സ്തുതി എന്ന് പറഞ്ഞ് സന്തോഷപൂർവ്വം ജീവിച്ച് ഇവിടെ നിന്ന് കടന്നു പോകുന്നത്? ഇത് അന്യായമാണ് പ്രിയപ്പെട്ടവരെ, ഇത് അനീതിയാണ്. ദൈവത്തിൻ്റെ മുമ്പിൽ നാം കണക്ക് കൊടുക്കേണ്ടി വരും. ഞാൻ പീഡിപ്പിക്കുന്നവരെ തിരിച്ച് പീഡിപ്പിക്കണമെന്നോ ഹിംസിക്കുന്നവരെ തിരിച്ച് ഹിംസിക്കണമോ എന്നല്ല ഉദ്ദേശിക്കുന്നത്. മറിച്ച് വിശ്വാസത്തിന് വേണ്ടി, സുവിശേഷത്തിന് വേണ്ടി ധാരാളം പേർ വേദനയേൽക്കുമ്പോൾ, പീഡനങ്ങളേറ്റവും അവമാനം സഹിച്ചും നിന്ദിക്കപ്പെട്ടും ക്രൈസ്തവ സാക്ഷ്യം അവർ ജീവിക്കുമ്പോൾ ഒരു വെല്ലുവിളിയുമില്ലാതെ, ഒരു ബുദ്ധിമുട്ടുമില്ലാതെ, ഒരു കഷ്ടപ്പാടുമില്ലാതെ നമ്മൾ ജീവിക്കുന്നത് ശരിയാണോ? അവർ ജീവൻ ബലി കൊടുക്കുമ്പോൾ ഒരു ചെറിയ കഷ്ടപ്പാട് നമുക്ക് എടുത്തുകൂടെ? അവർ വിശ്വാസത്തെ പ്രതി പീഡനമേൽക്കുമ്പോൾ, അടികൊള്ളുമ്പോൾ ചെറിയ ഒരു ബുദ്ധിമുട്ട് ഈ സുവിശേഷ പ്രസംഗത്തിന് വേണ്ടി നമുക്ക് സഹിച്ചുകൂടെ? അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അവർ ബലിയർപ്പിക്കപ്പെട്ടും നഗ്നരാകപ്പെട്ടും പീഡിപ്പിക്കപ്പെട്ടും ഈ സുവിശേഷം ഉയർത്തിപ്പിടിച്ച് ജീവിക്കുമ്പോൾ ഞാൻ ഇത്തരത്തിലുള്ള യാതൊരു വെല്ലുവിളികളുമില്ലാതെ, യാതൊരു പ്രതിസന്ധികളുമില്ലാതെ സുഖമായി ബൈബിള് വീട്ടിൽ വെച്ച് സുഖമായി ഞാൻ ജീവിക്കുന്നു. ഇത് തമ്പുരാൻ്റെ മുമ്പിൽ നാം കണക്ക് കൊടുക്കേണ്ടി വരുന്ന കാര്യമാണ്. ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 48-ാം വാക്യം, അധികം ലഭിച്ചവനിൽ നിന്ന് അധികം ആവശ്യപ്പെടും, കൂടുതൽ ഏൽപ്പിക്കപ്പെട്ടവനിൽ നിന്ന് കൂടുതൽ ചോദിക്കപ്പെടും. ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 48-ാം വാക്യം, അധികം ലഭിച്ചവനിൽ നിന്ന് അധികം ആവശ്യപ്പെടും, കൂടുതൽ ഏൽപ്പിക്കപ്പെട്ടവനിൽ നിന്ന് കൂടുതൽ ചോദിക്കപ്പെടും. നാം എത്ര ന്യായീകരിച്ചാലും എത്ര പരാതികൾ പറഞ്ഞാലും നാം അധികം ലഭിച്ചിട്ടുള്ളവരാണ്. വിശ്വാസത്തിൻ്റെ കാര്യത്തിലും പാരമ്പര്യത്തിൻ്റെ കാര്യത്തിലും വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലും സമ്പത്തിൻ്റെ കാര്യത്തിലും സമൃദ്ധിയുടെ കാര്യത്തിലും നാം അധികം ലഭിച്ചിട്ടുള്ളവരാണ്. അങ്ങനെയെങ്കിൽ കർത്താവിൻ്റെ സുവിശേഷത്തിന് വേണ്ടി അധികമായി നമ്മൾ എന്തു ചെയ്തു? ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ സമ്പത്തിലും സമൃദ്ധിയിലും ജീവിക്കുന്ന നാം, 2000 വർഷങ്ങളായി കത്തോലിക്ക പാരമ്പര്യം കാത്തുസൂക്ഷിക്കുന്ന നാം, അധികം ഏൽപ്പിക്കപ്പെട്ടവർ, അധികം ലഭിച്ചവർ, കർത്താവിന് വേണ്ടി അവൻ്റെ സുവിശേഷത്തിന് വേണ്ടി അധികമായി എന്തു ചെയ്തു? കൂടുതലായി എന്തു ചെയ്തു? ഒന്നും തന്നെ നാം ചെയ്തിട്ടില്ല. ഒന്നും തന്നെ നാം തിരിച്ചു കൊടുത്തിട്ടില്ല. കർത്താവ് നാം അധികമായി ഏൽപ്പിച്ചു തന്നു, പക്ഷെ തിരിച്ച് നാം ഒന്നും കൊടുത്തിട്ടില്ല. ഒരു ദിവസം തമ്പുരാൻ്റെ മുമ്പിൽ നാം എല്ലാവരും കണക്ക് കൊടുക്കേണ്ടി വരും. ഞാനും നിങ്ങളും ഇവിടെ നിന്ന് പോകണം. അങ്ങനെ പോയി തമ്പുരാൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ അവൻ എന്നോടും നിങ്ങളോടും ചോദിക്കും, ഞാൻ നിന്നെ കേരളത്തിലേക്ക് പറഞ്ഞു വിട്ടു. എൻ്റെ സ്വന്തം നാട് എന്ന് നീ ഓമനപ്പേരിട്ട് വിളിച്ച കേരളത്തിൽ ഞാൻ നിനക്ക് ജന്മം നൽകി. സമ്പത്തിലും സമൃദ്ധിയിലും സുരക്ഷിതത്വത്തിലും പാരമ്പര്യത്തിലും വിശ്വാസത്തിലും നീ ജീവിച്ചു. പക്ഷേ നിന്നെ ഞാൻ കൂടുതലായി ഏൽപ്പിച്ചു തന്നിട്ട്, നിനക്ക് ഞാൻ കൂടുതലായി തന്നിട്ട് നീ തിരിച്ച് എനിക്ക് വേണ്ടി, എൻ്റെ സഭയ്ക്ക് വേണ്ടി എന്തു ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ നിങ്ങൾ ഒരുക്കമാണോ? ഞാൻ ഒരുക്കമാണോ? ഇന്ന് നാം ചിന്തിക്കണം.
ആയിരക്കണക്കിന് ഗ്രാമങ്ങൾ അന്ധകാരത്തിൽ ജീവിക്കുമ്പോൾ, കോടിക്കണക്കിന് ജനങ്ങൾ അന്ധകാരത്തിൽ ജീവിക്കുമ്പോൾ നാം സുഖമായി ജീവിക്കുന്നുവെന്ന് നാം മറക്കരുത്. അവരോട് ഈ സുവിശേഷം പറയേണ്ടത്, ഈ യേശുവിനെ കുറിച്ച് പറയേണ്ടത് നമ്മുടെ കടമയാണ് എന്ന് നാം മറക്കരുത്. കൂടുതലായി നമുക്ക് ലഭിച്ചു, കൂടുതലായി നാം നൽകണം. ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 26-ാം വാക്യത്തിൽ യേശു ഇപ്രകാരം പറയുന്നു. ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 26-ാം വാക്യം: ഒരുവൻ എന്നെക്കുറിച്ചോ എൻ്റെ വചനങ്ങളെക്കുറിച്ചോ ലജ്ജിച്ചാൽ അവനെക്കുറിച്ച് മനുഷ്യപുത്രനും തൻ്റെയും പിതാവിൻ്റെയും വിശുദ്ധ ദൂതന്മാരുടെയും മഹത്വത്തിൽ വരുമ്പോൾ ലജ്ജിക്കും. ആരെങ്കിലും എന്നെക്കുറിച്ചോ എൻ്റെ വചനത്തെക്കുറിച്ചോ ലജ്ജിച്ചാൽ അവനെക്കുറിച്ച് മനുഷ്യപുത്രനും പിതാവിൻ്റെയും അവൻ്റെ ദൂതന്മാരുടെയും മുമ്പിൽ വരുമ്പോൾ ലജ്ജിക്കുമെന്ന്. പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ നാമത്തെക്കുറിച്ചോ അവൻ്റെ വചനത്തെക്കുറിച്ചോ നാം ലജ്ജിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പാക്കുക, യേശുവും നമ്മെക്കുറിച്ച് ലജ്ജിക്കും. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 32-ാം വാക്യത്തിൽ യേശു വീണ്ടും പറയുന്നു, മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവനെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഞാൻ ഏറ്റുപറയും. എന്നാൽ മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളിപ്പറയുന്നവനെ പിതാവിൻ്റെ മുമ്പിൽ ഞാനും തള്ളിപ്പറയും. ഒരുപക്ഷെ നമ്മുടെ വാക്കുകൾ കൊണ്ട് നാം യേശുവിനെ തള്ളിപ്പറയുന്നില്ലായിരിക്കാം, നമ്മുടെ വചനങ്ങൾ കൊണ്ട് നാം തള്ളിപ്പറയുന്നില്ലായിരിക്കാം. പക്ഷെ നമ്മുടെ ജീവിതം കൊണ്ട് നാം അവനെ തള്ളിപ്പറയുന്നില്ലേ? ചിലപ്പോഴെങ്കിലും നാം തള്ളിപ്പറഞ്ഞിട്ടില്ലേ? ചിലപ്പോഴൊക്കെ നാം അവനെക്കുറിച്ചും അവൻ്റെ വചനത്തെക്കുറിച്ചും ലജ്ജിച്ചിട്ടില്ലേ? അവൻ്റെ വചനം മറ്റുള്ളവരോട് പറയുന്നതിൽ നിന്ന് നാം പിറകോട്ട് പോയിട്ടില്ലേ? അവൻ്റെ വചനത്തിന് സാക്ഷ്യം നൽകുന്നതിൽ നിന്ന് നാം പിന്മാറിയിട്ടില്ലേ? ഇത് തന്നെയാണ് ലജ്ജിക്കൽ. ഇങ്ങനെ യേശുവിനെ കുറിച്ചോ അവൻ്റെ വചനത്തെക്കുറിച്ചോ നാം ലജ്ജിച്ചിട്ടുണ്ടെങ്കിൽ പരിതപിക്കണം. അല്ലെങ്കിൽ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ യേശു വരുന്ന സമയത്ത് നമ്മെക്കുറിച്ചും യേശു ലജ്ജിക്കും. നാം അവനെ തള്ളി പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നാം അവനെ ഏറ്റുപറഞ്ഞിട്ടില്ല എങ്കിൽ, സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ നമ്മൾ വരുമ്പോൾ, അവൻ നമ്മുടെ മധ്യസ്ഥനായി വരുമ്പോൾ അവൻ്റെ സമീപനവും അതുപോലെ തന്നെ ആയിരിക്കും. ആകയാൽ പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവരുടെ മുമ്പിൽ യേശുവിനെ നാം വിളിച്ചു പറയണം, അവന് നാം സാക്ഷ്യം കൊടുക്കണം, അവനെ നാം ഏറ്റുപറയണം. ഇവനാണ് യേശു എന്ന്, ഈ യേശുവിൽ ഞാൻ വിശ്വസിക്കുന്നുവെന്ന്, എൻ്റെ ജീവിതത്തിൻ്റെ കേന്ദ്രം ഇവനാണ് എന്ന്, ഞാൻ ഇവനിൽ വിശ്വസിക്കുന്നുവെന്ന്, ഇവൻ എൻ്റെ രക്ഷകനാണെന്ന് മറ്റുള്ളവരോട് നാം പറയണം. ആത്മാവും ജീവനുമായ സുവിശേഷം ഞാൻ കേട്ടിരിക്കുന്നു, ഈ സുവിശേഷത്തിൻ്റെ ശക്തി ഞാൻ അനുഭവിച്ചിരിക്കുന്നുവെന്ന് നാം മറ്റുള്ളവരോട് പറയണം. ഞാൻ പറഞ്ഞു വന്നത്, സുവിശേഷത്തിനെതിരെയുള്ള വെല്ലുവിളികൾ, പ്രതിസന്ധികൾ കണ്ട് നാം നമ്മുടെ കടമ മറക്കുന്നവരാണ്. പക്ഷേ അപ്പസ്തോലന്മാർ എന്താണ് ചെയ്തത്? യേശുവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം ശിഷ്യന്മാർ പ്രസംഗിക്കാൻ ആരംഭിച്ചു. പത്രോസും യോഹന്നാനും വളരെ ശക്തമായി പ്രസംഗിച്ചു. ഒരു വീട്ടുവേലക്കാരി വന്ന്, നീയും യേശുവിനോട് കൂടെ ആയിരുന്നവനല്ലേ എന്ന് ചോദിച്ചപ്പോൾ അവനെ ഞാൻ അറിയില്ല എന്ന് പറഞ്ഞ പത്രോസ് ഭരണാധികാരികളുടെയും നിയമജ്ഞരുടെയും ജനപ്രമാണികളുടെയും മുമ്പിൽ ചെന്നു നിന്ന് പറഞ്ഞു, നിങ്ങൾ കുരിശിൽ തറച്ചു കൊന്ന യേശു രക്ഷകനാണ്. ഈ ഭൂമിയിൽ മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടി അവൻ്റെ നാമം മാത്രമേ നൽകപ്പെട്ടിട്ടുള്ളൂ എന്ന് അവരുടെ മുഖത്ത് നോക്കി വിളിച്ചു പറയുവാൻ അവൻ ധൈര്യം കാണിച്ചു. അങ്ങനെ അവർ സുവിശേഷം പ്രസംഗിക്കാൻ ആരംഭിച്ചപ്പോൾ അവനെയും യോഹന്നാനെയും ഭരണാധികാരികളും ജനപ്രമാണികളും പുരോഹിതന്മാരും നിയമജ്ഞരും വിളിച്ചുകൂട്ടി അവരോട് പറഞ്ഞു, നിങ്ങൾ യേശുവിനെ കുറിച്ച് പ്രസംഗിക്കുന്നു, ഇത് നിങ്ങൾ നിർത്തണം. യേശുവിനെ കുറിച്ച് പ്രസംഗിക്കാൻ പാടില്ല. യേശുവിനെ കുറിച്ച് പ്രസംഗിക്കുന്നത് അപകടകരമാണ്. അതുകൊണ്ട് ഇനി മുതൽ നിങ്ങൾ യേശുവിനെ കുറിച്ച് പ്രസംഗിക്കരുത് എന്ന് ആര് പറഞ്ഞു? ഭരണാധികാരികൾ. അന്നത്തെ ഭരണാധികാരികളാണ് പറഞ്ഞത്. അന്നത്തെ ജനപ്രമാണികൾ, അന്നത്തെ രാഷ്ട്രീയക്കാർ, അന്നത്തെ പുരോഹിതന്മാർ പത്രോസിനെയും യോഹന്നാനെയും വിളിച്ച് ഭീഷണിപ്പെടുത്തി. അപ്പോൾ പത്രോസും യോഹന്നാനും അവരോട് എന്താണ് പറഞ്ഞത്? അപ്പോസ്തല പ്രവർത്തനങ്ങൾ 4-ാം അധ്യായം 19-20 വചനങ്ങൾ നമുക്ക് വായിക്കാം. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 4-ാം അധ്യായം 19-20 വചനങ്ങൾ. പത്രോസും യോഹന്നാനും അവരോട് മറുപടി പറഞ്ഞു. ആരോട്? അവരെ വിളിച്ച്, ഇനി യേശുവിൻ്റെ നാമം ഉച്ചരിക്കരുത്, യേശുവിൻ്റെ നാമത്തിൽ പ്രസംഗിക്കരുത് എന്ന് പറഞ്ഞ ഭരണാധികാരികളോടും ജനപ്രമാണികളോടും നിയമജ്ഞരോടും പുരോഹിതരോടുമായാണ് അവർ പറഞ്ഞത്. എന്താണ് അവർ പറഞ്ഞത്? ദൈവത്തെക്കാൾ ഉപരി നിങ്ങളെ അനുസരിക്കുന്നത് ദൈവസന്നിധിയിൽ ന്യായമാണോ? നിങ്ങൾ തന്നെ പറയുവിൻ.
എന്തെന്നാൽ ഞങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാതിരിക്കാൻ ഞങ്ങൾക്ക് സാധിക്കില്ല. ഇതാണ് അവർ പറഞ്ഞ മറുപടി. ദൈവത്തെക്കാൾ ഉപരി നിങ്ങളെ അനുസരിക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത്? നിങ്ങൾ തന്നെ ന്യായം പറയുവിൻ, നിങ്ങൾ തന്നെ പറയുവിൻ. അത് ശരിയാണോ? നിങ്ങളെയാണോ ഞങ്ങൾ അനുസരിക്കേണ്ടത്? നിങ്ങളെയും എന്നെയും സൃഷ്ടിച്ച ദൈവത്തെയാണോ അനുസരിക്കേണ്ടത് എന്ന് അവർ ചോദിച്ചു. എന്നിട്ട് അവർ പറഞ്ഞു, ഞങ്ങൾ കണ്ടതും കേട്ടതുമായ കാര്യങ്ങളെക്കുറിച്ച് പറയാതിരിക്കാൻ ഞങ്ങൾക്ക് നിർവാഹമില്ല. ഞങ്ങൾ പറഞ്ഞിരിക്കും, നീയല്ല, നിന്റെ ഭരണകൂടമല്ല, നിന്റെ രാഷ്ട്രീയ പാർട്ടിയല്ല, ആര് പറഞ്ഞാലും ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതും എൻ്റെ കാതുകൊണ്ട് കേട്ടതുമായ സുവിശേഷം പ്രസംഗിച്ചിരിക്കുമെന്ന് പറയുവാൻ, പത്രോസിനെ പോലെയും യോഹന്നാനെ പോലെയും പറയുവാൻ നിങ്ങളും ഞാനും എന്ന് പ്രാപ്തരാകുന്നുവോ അന്ന് നമ്മൾ ക്രിസ്ത്യാനികളായിരിക്കും. അതുവരെ വചനകൂടാരത്തിൽ നിന്നും വചനകൂടാരത്തിലേക്ക് വെറുതെ ഓടി നടക്കുന്ന വെറും തീർത്ഥാടകരായി നാം കാലം കഴിച്ചുകൂട്ടും. പ്രിയപ്പെട്ടവരെ, ക്രിസ്ത്യാനികളായി നാം മാറണമെങ്കിൽ, യേശുവിന്റെ ശിഷ്യന്മാരായി മാറണമെങ്കിൽ, നമ്മുടെ വിശ്വാസം പൂർണ്ണതയിലെത്തണമെങ്കിൽ അവന് നാം സാക്ഷ്യം നൽകണം. ഇന്ന് നാം നേരിടുന്നതിനേക്കാൾ ശക്തമായ പ്രതിസന്ധികളും വെല്ലുവിളികളും നമ്മുടെ പൂർവികന്മാർ നേരിട്ടിരുന്നു. പക്ഷേ അവരെ വെല്ലുവിളിച്ചവരോട്, അവരെ ഭീഷണിപ്പെടുത്തിയവരോട്, അവരെ എതിർത്തവരോട് അവർ പറഞ്ഞ മറുപടി ഇതാണ്: നിങ്ങളെയല്ല, ദൈവത്തെയാണ് ഞങ്ങൾ അനുസരിക്കേണ്ടത്. നിങ്ങൾ എന്തു തന്നെ പറഞ്ഞാലും, നിങ്ങൾ എങ്ങനെ ഭീഷണിപ്പെടുത്തിയാലും, നിങ്ങൾ എങ്ങനെ പേടിപ്പിച്ചാലും, ഞാൻ കണ്ടതും ഞാൻ കേട്ടതുമായ കാര്യങ്ങൾ പറയാതിരിക്കാൻ എനിക്ക് സാധിക്കില്ല എന്ന് പത്രോസും യോഹന്നാനും അവരോട് മറുപടി പറഞ്ഞു. ഇന്ന് എന്താണ് നടക്കുന്നത്? ഇന്ന് എന്താണ് നടക്കുന്നത്? ആരെങ്കിലും ഒന്ന് വിളിച്ചു പറയുന്നു, ഇനി സുവിശേഷം പ്രസംഗിക്കാൻ പാടില്ല. ആരെങ്കിലും ഒന്ന് വിളിച്ചു പറയുന്നു, ഇനി നിങ്ങളുടെ വിശ്വാസത്തെക്കുറിച്ച് നിങ്ങൾ പറയാൻ പാടില്ല. നാം കൈകെട്ടുന്നു, കണ്ണുപൂട്ടുന്നു, സുഖമായി നാം ജീവിക്കുന്നു, ഒരു മനുഷ്യനോടും പറയുന്നില്ല. എന്നാണ് നമുക്ക് ഈ ധൈര്യം ലഭിക്കുക? നിന്നെയല്ല, ദൈവത്തെയാണ് ഞാൻ അനുസരിക്കുക എന്ന് ഈ രാഷ്ട്രീയ പാർട്ടികളോടും ഈ പ്രത്യയശാസ്ത്രങ്ങളോടും വിളിച്ചു പറയുവാൻ നിങ്ങളും ഞാനും എന്നെങ്കിലും ശക്തി നേടിയാൽ അന്ന് നാം ക്രിസ്ത്യാനികളായിരിക്കും. പ്രിയപ്പെട്ടവരെ, നാം അനുസരിക്കേണ്ടത് ഈ രാഷ്ട്രീയ പാർട്ടികളെയോ പ്രത്യയശാസ്ത്രങ്ങളെയോ അല്ല, നമ്മെയും അവരെയും സൃഷ്ടിച്ച ദൈവത്തെയാണ്. നമ്മെയും അവരെയും മാതാവിൻ്റെ ഉദരത്തിൽ ഉരുവാക്കുന്നതിന് മുമ്പേ അറിഞ്ഞ് വിശുദ്ധീകരിച്ച സർവശക്തനായ തമ്പുരാനിലാണ് നാം വിശ്വസിക്കേണ്ടത്. ഈ ചരിത്രത്തെ നിയന്ത്രിക്കുന്ന ദൈവത്തിലാണ് നാം വിശ്വസിക്കേണ്ടത്. നിങ്ങൾ ഭയപ്പെടേണ്ട, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നുവെന്ന് നമ്മോട് പറഞ്ഞ യേശുവിൻ്റെ നാമത്തിലാണ് നാം വിശ്വസിക്കേണ്ടത്. അവനെയാണ് നാം അനുസരിക്കേണ്ടത്. ആര് പറഞ്ഞാലും സുവിശേഷ പ്രസംഗം നിർത്താൻ നാം ഒരുക്കമുള്ളത് കൊണ്ടാണ് ഓലപ്പാമ്പിനെ കാട്ടി നമ്മെ മറ്റുള്ളവർ പേടിപ്പിക്കുന്നത്. ആര് പറഞ്ഞാലും വീട്ടിൽ ഒളിച്ചിരിക്കാൻ നാം ഒരുക്കമുള്ളത് കൊണ്ടാണ് എല്ലാ പാർട്ടിക്കാരും നിങ്ങളെയും എന്നെയും വരിഞ്ഞു കെട്ടുന്നത്. പ്രിയപ്പെട്ടവരെ, ഏതെങ്കിലും പാർട്ടിയുടെ കൊടി കണ്ടിട്ടോ, ഏതെങ്കിലും പാർട്ടിയുടെ മുദ്രാവാക്യം കേട്ടിട്ടോ, ഏതെങ്കിലും പ്രത്യയശാസ്ത്രത്തിൻ്റെ വീമ്പിളക്കൽ കണ്ടിട്ടോ മാളത്തിൽ കയറി ഒളിഞ്ഞിരിക്കേണ്ട ഭീരുക്കളല്ല ക്രിസ്ത്യാനികളെന്ന് നിങ്ങളും ഞാനും മനസ്സിലാക്കേണ്ട സമയമായിരിക്കുന്നു. ഭീരുക്കൾക്കും പേടിത്തൊണ്ടന്മാർക്കും പറഞ്ഞിട്ടുള്ളതല്ല ക്രൈസ്തവ വിശ്വാസം. ക്രൈസ്തവ വിശ്വാസം ധീരന്മാരുടെ വിശ്വാസമാണ്. വിശ്വാസത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിച്ചവരുടെ വിശ്വാസം. രക്തസാക്ഷികളുടെ ചുടുനിണത്തിൽ വളർന്നു വന്ന കത്തോലിക്ക സഭയുടെ മക്കൾ ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ മനസ്സിലാക്കുക, ആരെങ്കിലും പേടിപ്പിച്ചാൽ മാളത്തിൽ ഒളിഞ്ഞിരിക്കേണ്ട ഭീരുക്കളുടെ മതമല്ല ക്രൈസ്തവ മതം. ആ വിശ്വാസമല്ല നമ്മുടെ വിശ്വാസം. നമ്മെ പേടിപ്പിക്കുന്നവനോടും ഭീഷണിപ്പെടുത്തുന്നവനോടും പറയണം, നിങ്ങളെയല്ല, ദൈവത്തെയാണ് ഞങ്ങൾ അനുസരിക്കുന്നത്. ആ ദൈവത്തെ ഞാൻ കണ്ടിരിക്കുന്നു, ആ ദൈവത്തെ ഞാൻ എൻ്റെ കൈകൾ കൊണ്ട് തൊട്ടറിഞ്ഞിരിക്കുന്നു, അവൻ്റെ സുവിശേഷം ഞാൻ കേട്ടിരിക്കുന്നു. ഇത് പറയുവാൻ നമുക്കെന്തെങ്കിലും സാധിക്കുമോ? 2000 വർഷത്തെ പാരമ്പര്യമുണ്ടെന്ന് അവകാശപ്പെടുന്ന നമുക്ക് എന്തെങ്കിലും സാധിക്കുമോ? നമുക്കും അവനോട് കൂടെ പോയി മരിക്കാമെന്ന് പറഞ്ഞ തോമാസ് ശ്ലീഹായിൽ നിന്നും വിശ്വാസം സ്വീകരിച്ച ഭാരത മക്കളായ നമുക്ക് ഇത് പറയുവാൻ സാധിക്കുമോ? വെറും ജൂലൈ 3 മാത്രം പറയുന്നൊരു വചനമായി ഈ വചനം നമ്മുടെ ജീവിതത്തിൽ ഒതുങ്ങി നിൽക്കുന്നത് കൊണ്ടാണ് നാം ഇന്നും ഇങ്ങനെയായിരിക്കുന്നത്. നമുക്കും അവനോട് കൂടെ പോയി മരിക്കാമെന്ന് ജൂലൈ 3 നമ്മളെല്ലാവരും വിളിച്ചു പറയും. പിന്നെ ആ വചനത്തെക്കുറിച്ച് ഓർക്കണമെങ്കിൽ 365 ദിവസങ്ങൾ കഴിയണം. ആ 365 ദിവസങ്ങളും നമ്മൾ മാളങ്ങളിലാണ്.
നമ്മൾ മരിക്കാൻ ഒരുക്കമല്ല, നമ്മൾ പ്രസംഗിക്കാൻ ഒരുക്കമല്ല, നാം പീഡനങ്ങൾ ഏറ്റുവാങ്ങാൻ ഒരുക്കമല്ല. ഞാൻ പറയുന്നത് ക്രൈസ്തവ സാക്ഷ്യം നാം കൊടുക്കേണ്ടതാണ്. അത് ആരുടെയും മുഖം നോക്കിക്കൊണ്ടായിരിക്കരുത്, ആരുടെയെങ്കിലും ഔദാര്യത്തോടു കൂടി ആയിരിക്കരുത്. മറ്റുള്ളവരുടെ ഔദാര്യം സ്വീകരിച്ച് അവരുടെ പ്രീതി പിടിച്ചു പറ്റി സുവിശേഷം പ്രസംഗിക്കുവാൻ നമുക്ക് മുമ്പേ ജീവിച്ചിരുന്നവർ കാത്തു നിന്നിരുന്നുവെങ്കിൽ നാം സുവിശേഷം കേൾക്കില്ലായിരുന്നു, നിങ്ങൾ സുവിശേഷം കേൾക്കില്ലായിരുന്നു. അവർ ആരുടെയും ഔദാര്യത്തിന് വേണ്ടി കാത്തു നിന്നില്ല, അവർ ആരുടെയും പ്രീതി സമ്പാദിക്കാൻ കാത്തു നിന്നില്ല. അവർ തൊട്ടറിഞ്ഞ വിശ്വാസം, അവർ അനുഭവിച്ച വിശ്വാസം അവർ പകർന്നു കൊടുത്തു. അതുകൊണ്ടാണ് നാം വിശ്വാസം സ്വീകരിച്ചത്. നമ്മുടെ ഭയം, എന്തിൻ്റെ ഭയം? നമ്മുടെ സൗകര്യവും സുരക്ഷിതത്വവും നഷ്ടപ്പെടുമോ എന്ന ബോധ്യം, എന്ന ഭയം. ഈ ഭയത്തിൽ നിന്നും നാം പുറത്തു കടക്കണം. എന്നിട്ട് നാം സുവിശേഷം പ്രസംഗിക്കണം. ഞാൻ കണ്ടിരിക്കുന്നു, ഇതെൻ്റെ അനുഭവമാണ്, ഇതെൻ്റെ അനുഭവമാണ്. ഞാൻ ഏറ്റവും വിലപ്പെട്ടത് കണ്ടെത്തിയിരിക്കുന്നു. നിനക്കും വേണമെങ്കിൽ ഇത് പങ്കുചേരാം. പ്രിയപ്പെട്ടവരെ, സുവിശേഷ പ്രസംഗത്തിനുള്ള രണ്ടാമത്തെ തടസ്സം എന്താണ്? മറ്റുള്ളവരോട് ഞാൻ എന്തിനു പറയണം? അവരവരുടെ വഴിക്ക് ജീവിക്കട്ടെ. ഞാൻ സുവിശേഷം കേട്ടു, എനിക്കിത് കൊള്ളാമെന്ന് തോന്നുന്നു, ഇതെൻ്റെ കയ്യിലിരിക്കട്ടെ, മറ്റുള്ളവർ അവരുടെ വഴിക്ക് പോകട്ടെ എന്ന ഒരു ഉദാസീനമായ മനോഭാവം നമുക്കുണ്ട്. അത് ശരിയാണോ? ഏറ്റവും വിലപ്പെട്ടതാണ് ഞാൻ കണ്ടെത്തിയിരിക്കുന്നത് എന്ന ബോധ്യം എനിക്കുണ്ടെങ്കിൽ, ഏറ്റവും ശ്രേഷ്ഠമായത് ഞാൻ അനുഭവിച്ചിരിക്കുന്നു എന്ന ബോധ്യമുണ്ടെങ്കിൽ, അത് മറ്റുള്ളവരോട് വിളിച്ചു പറയേണ്ടത് നമ്മുടെ കടമയല്ലേ? മറ്റുള്ളവരോട് സ്നേഹമുണ്ടെങ്കിൽ ഇത് നാം വിളിച്ചു പറയണമല്ലേ? അവരും ഈ സന്തോഷത്തിൽ പങ്കുപറ്റണം. ഈ ശ്രേഷ്ഠമായതിനെ അവരും അനുഭവിച്ചറിയണം. അതുകൊണ്ടാണ് യോഹന്നാൻ ശ്ലീഹ പറഞ്ഞത്, എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതും കാതുകൾ കൊണ്ട് കേട്ടതും കരങ്ങൾ കൊണ്ട് സ്പർശിച്ചറിഞ്ഞതുമായ ജീവൻ്റെ സുവിശേഷം ഞാൻ നിങ്ങളോട് പ്രഘോഷിക്കുന്നു. അത് നിങ്ങൾക്ക് കൂട്ടായ്മയുണ്ടാകാനാണ്. എനിക്ക് പിതാവായ ദൈവത്തോടും അവൻ്റെ പുത്രനായ യേശുവിനോടുമുള്ള ആ കൂട്ടായ്മയിൽ നിങ്ങളും പങ്കുപറ്റണം. നിങ്ങൾ ആ കൂട്ടായ്മ അനുഭവിക്കണം. അതിനുവേണ്ടിയാണ് ഞാൻ നിങ്ങളോട് ഇതെല്ലാം പറയുന്നതെന്ന് യോഹന്നാൻ ശ്ലീഹ പറഞ്ഞു. സുവിശേഷത്തിൻ്റെ കാര്യത്തിൽ മാത്രമേ നമുക്ക് ഈ ഉദാസീനതയുള്ളൂ. നിങ്ങളിൽ കുറച്ച് പേരെങ്കിലും സിനിമ കാണുന്നവരാണെന്ന് ഞാൻ വിചാരിക്കുന്നു. നല്ല ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ആരോടെങ്കിലും പറയുമോ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമ കണ്ടു എന്ന് നിങ്ങൾ വിചാരിക്കുക, ആരോടെങ്കിലും നിങ്ങൾ പറയുമോ? ആ സിനിമ ഇഷ്ടപ്പെട്ട് കൊള്ളാം, നല്ല സിനിമ എന്ന് പറഞ്ഞ് വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ച് ആരോടും മിണ്ടാതെ നിങ്ങൾ കിടന്നുറങ്ങുമോ? ഇല്ല. സാധാരണ നിലയ്ക്ക് എന്ത് ചെയ്യും? കണ്ടവരോടും ആരോടൊക്കെ ആ ദിവസങ്ങളിൽ സംസാരിക്കുന്നുവോ അവരോടെല്ലാം വിളിച്ച് പറയും, ഞാൻ ഈ സിനിമ കണ്ടു, നല്ല സിനിമയാണ്, കണ്ടിരിക്കണം. നിങ്ങളത് കണ്ടിരിക്കണം. കണ്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുക? ഒന്നും സംഭവിക്കില്ല. പക്ഷെ നാം എന്ത് പറയും? അത് കണ്ടിരിക്കണം, കണ്ടിരിക്കേണ്ട സിനിമയാണ്. എന്തൊരു ആവേശം നമുക്ക്, എന്തൊരു ആവേശ! ഒന്നിനും കൊള്ളാത്ത ഒരു സിനിമയെക്കുറിച്ച് പറയാൻ നമുക്ക് എന്തൊരു നാക്ക! കാരണം ആ സിനിമയിലെ ദൃശ്യങ്ങൾ എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്നു, ആ പാട്ടുകൾ എൻ്റെ കാതുകളിൽ മുഴങ്ങി കേൾക്കുന്നു, അതെനിക്കിഷ്ടപ്പെട്ടു, എൻ്റെ മനസ്സിനെ സ്പർശിച്ചു. അതുകൊണ്ട് കണ്ടവനോടും സംസാരിക്കുന്നവരോടും എല്ലാവരോടും നാം ഇത് വിളിച്ചു പറയുന്നു. അവന് ഇഷ്ടമുണ്ടായാലും ഇല്ലെങ്കിലും, അവൾക്ക് കേൾക്കാൻ മനസ്സുണ്ടെങ്കിലും കാണാൻ മനസ്സുണ്ടെങ്കിലും ഇല്ലെങ്കിലും നാം അത് പറയും, നല്ല സിനിമയാ, നിങ്ങൾ കണ്ടിരിക്കണം കേട്ടോ. കണ്ടില്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? ഒന്നും സംഭവിക്കില്ല. ഒരു 3 മണിക്കൂർ സമയം അവന് ലാഭമായിരിക്കും, വേറെ ഒരു വ്യത്യാസവും ഉണ്ടാവില്ല. എങ്കിലും നാം പറയും കണ്ടിരിക്കണമെന്ന്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഹോട്ടലിൽ പോയി നിങ്ങൾ ഭക്ഷണം കഴിച്ചെന്ന് വിചാരിക്കും, എന്നിട്ട് നിങ്ങൾ ആരോടും പറയാതിരിക്കുമോ? ഞാൻ വരുന്നത് ആദിലാബാദിൽ നിന്നാണെന്ന് ഞാൻ പറഞ്ഞു. ഹൈദരാബാദിൽ നിന്ന് ഏകദേശം 280 കിലോമീറ്റർ അകലെയുള്ള സ്ഥലമാണ് ആദിലാബാദ്. ഹൈദരാബാദിൽ വളരെ പ്രശസ്തമായൊരു ഹോട്ടലുണ്ട്. ആ ഹോട്ടലിൻ്റെ പേര് പാരഡൈസ് ഹോട്ടൽ എന്നാണ്. ഹൈദരാബാദ് പോയിട്ടുള്ള ആർക്കെങ്കിലും ചിലപ്പോൾ അനുഭവം കാണുമായിരിക്കും. പാരഡൈസ് ഹോട്ടൽ. ആ ഹോട്ടലിന് മുമ്പ് ഒരു വലിയ ജംഗ്ഷനുണ്ട്. ആ ജംഗ്ഷൻ്റെ പേര് തന്നെ പാരഡൈസ് ജംഗ്ഷൻ എന്നാണ്. അത്രയും പേരാ ഈ ഹോട്ടലിന്. ഈ പാരഡൈസ് ഹോട്ടലിലെ ഏറ്റവും പ്രശസ്തമായ വിഭവം അവിടുത്തെ ഹൈദരാബാദ് ദം ബിരിയാണിയാണ്. ഹൈദരാബാദ് ദം ബിരിയാണി കഴിച്ച എല്ലാവരും ആ ഹൈദരാബാദ് ദം ബിരിയാണിയെ കുറിച്ച് പറയും. കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് ഞാൻ അതിശയിച്ചു പോയി. വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കണ്ടുപരിചയപ്പെട്ടിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ ഹൈദരാബാദിലേക്ക് അവൻ്റെ ജോലി സംബന്ധമായ കാര്യത്തിന് വേണ്ടി വന്നു. അവിടെ നിന്ന് അവൻ എന്നോട് ഫോൺ വിളിച്ച് ചോദിക്കുകയാണ്, ഈ പാരഡൈസ് ഹോട്ടൽ എവിടെയാണ്?
അവിടുത്തെ ഹൈദരാബാദ് ദം ബിരിയാണി വളരെ പ്രശസ്തമാണെന്ന് കേട്ടിട്ടുണ്ടല്ലോ. ഈ പാരഡൈസ് ഹോട്ടലിലേക്ക് ഞാൻ എങ്ങനെ പോകണം? ആരാണ് ഇവനോട് ഈ പാരഡൈസ് ഹോട്ടലിനെ കുറിച്ച് പറഞ്ഞത്? ആരാണ് ഇവനോട് ഈ ഹൈദരാബാദ് ദം ബിരിയാണിയെ കുറിച്ച് പറഞ്ഞത്? അവിടെ കഴിച്ചിട്ടുള്ള ആരെങ്കിലും? അത്ര ശക്തമായിട്ടാണ് അവർ പറയുന്നത്. ഞാൻ ഇതുവരെയും ഹൈദരാബാദ് പോയിട്ടുണ്ടെങ്കിലും പാരഡൈസ് ഹോട്ടലിൽ പോയി ഹൈദരാബാദ് ദം ബിരിയാണി കഴിച്ചിട്ടില്ല. അതുകൊണ്ട് മരിക്കാൻ എനിക്ക് ഇനിയും സമയമായിട്ടില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. അവർ പറയുന്നത് ഹൈദരാബാദ് ബിരിയാണി കഴിച്ചപ്പോൾ ഇനി മരിക്കാം. ഇത്രയും ശക്തമായിട്ട് ഒരു നേരത്തെ ഭക്ഷണത്തെക്കുറിച്ച് മനുഷ്യൻ പറയുന്നു. കേൾക്കുന്നവന് കഴിക്കാൻ മനസ്സുണ്ടെങ്കിലും ഇല്ലെങ്കിലും, ഇഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും നാം പറയുന്നു ഹൈദരാബാദിൽ പോകണം, പാരഡൈസ് ഹോട്ടലിൽ പോകണം, ഹൈദരാബാദ് ദം ബിരിയാണി കഴിക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ ടൂർ പോയിട്ട് ഒരു മനുഷ്യനോട് മിണ്ടാതെ നിങ്ങൾ ഉറങ്ങുമോ? ആരോടെങ്കിലും നിങ്ങൾ വിളിച്ച് പറഞ്ഞിരിക്കും. കാണുന്നവരോട് നിങ്ങൾ പറഞ്ഞിരിക്കും, ഞാൻ ഈ സ്ഥലത്തേക്ക് പോയി, നല്ല സ്ഥലമാണ്, സാധിക്കുമെങ്കിൽ നിങ്ങൾ കണ്ടിരിക്കണം, സാധിക്കുമെങ്കിൽ നിങ്ങൾ പോയിരിക്കണം. അവൻ സ്വർഗത്തിൽ പോകുമോ ഇല്ലയോ എന്നുള്ളത് നമ്മുടെ വിഷയമല്ല. പക്ഷെ അവൻ ഇവിടെ പോകണം, ഇവിടെ പോയി ആ സ്ഥലം കാണണം. അത് നമ്മുടെ വിഷയമാണ്. കാരണം ഞാനത് കണ്ടിട്ടുണ്ട്, ഇതെൻ്റെ അനുഭവമാണ്, ഇത് നല്ല സ്ഥലമാണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് അവനും പോകണം, അവളും പോകണം. പ്രിയപ്പെട്ടവരെ, ഈ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി നാം എത്രയോ സമയം മെനക്കെടുത്തുന്നു. ഈ ചെറിയ കാര്യങ്ങൾ എത്രയോ ബോധ്യത്തോടു കൂടിയാണ്, എത്രയോ സമയം ചെലവഴിച്ചാണ് നമ്മളെല്ലാവരും പറയുന്നത്. നാം കണ്ട സിനിമയെക്കുറിച്ചും കഴിച്ച ഭക്ഷണത്തെക്കുറിച്ചും കണ്ട സ്ഥലത്തെക്കുറിച്ചും നാം എത്രയോ വാചാലമായി പ്രസംഗിക്കുന്നു, എത്രയോ വാചാലമായി മറ്റുള്ളവരോട് നാം പറയുന്നു. അവൻ സ്വർഗത്തിൽ പോകുമോ നമുക്കറിയേണ്ട കാര്യമില്ല. അവൻ സിനിമാ തിയേറ്ററിൽ പോകുമോ നമുക്കറിയണം. അവന് ഹോട്ടലിൽ പോകുമോ നമുക്കറിയണം. അവൻ ഈ സ്ഥലത്തേക്ക് ടൂർ പോകുമോ നമുക്കറിയണം. അതിനുശേഷം അവൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നുവോ അത് എൻ്റെ വിഷയമല്ല. പ്രിയപ്പെട്ടവരെ, ഇത് എന്ത് പണിയാണ്? നമ്മുടെ സാക്ഷ്യം എന്ത് സാക്ഷ്യമാണ്? നാം മറ്റുള്ളവരോട് എന്താണ് പറയേണ്ടത്? കഴിച്ച ഭക്ഷണത്തെക്കുറിച്ച് പറയുന്നതും കണ്ട സിനിമയെക്കുറിച്ച് പറയുന്നതും പോയ സ്ഥലത്തെക്കുറിച്ച് പറയുന്നതുമല്ല, എൻ്റെ ഉള്ളിൽ ജീവിക്കുന്ന യേശുവിനെ കുറിച്ച് പറയാൻ എനിക്കെന്തുകൊണ്ട് സമയമില്ല? എൻ്റെ ജീവനായ യേശുവിനെ കുറിച്ച് പറയുവാൻ, എൻ്റെ ആത്മാവിൽ ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആത്മാവും ജീവനുമായ സുവിശേഷത്തെക്കുറിച്ച് പറയുവാൻ എനിക്കെന്തുകൊണ്ട് വാക്കുകളില്ല? ഇവിടെയാണ് നാം ലജ്ജിക്കേണ്ടത്. യേശു പറഞ്ഞതുപോലെ യേശുവിൻ്റെ നാമത്തെക്കുറിച്ചും അവൻ്റെ വചനത്തെക്കുറിച്ചും നാം ലജ്ജിക്കുകയാണ്. ഇതിൽ നാം ലജ്ജിക്കണം. അങ്ങനെ ലജ്ജിക്കുന്നതിൽ നാം ലജ്ജിക്കണം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം തമ്പുരാൻ നമ്മെക്കുറിച്ച് ലജ്ജിക്കുന്ന സമയം വരുന്നു. അത് നാം കാണേണ്ടി വരും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എൻ്റെ അനുഭവം, ഞാൻ കണ്ടറിഞ്ഞ യേശു, ഞാൻ അനുഭവിച്ച സുവിശേഷം, ഇത് മറ്റുള്ളവരോട് പറയുവാൻ ആരുടെയും ഔദാര്യത്തിന് വേണ്ടി കാത്തു നിൽക്കരുത്, ആരുടെയും പ്രീതി പറ്റുവാൻ കാത്തു നിൽക്കരുത്. ഇതെൻ്റെ അനുഭവമാണ് എങ്കിൽ ഞാൻ പറയണം. നിങ്ങൾ കണ്ട സിനിമ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടേക്കാം, പക്ഷേ ഇഷ്ടപ്പെടാത്തവർ ധാരാളം പേരുണ്ടാകാം. ആ സിനിമയെ വിലകുറിച്ച് കാണുന്ന മറ്റു സിനിമാക്കാരുണ്ടാകാം, മറ്റു രാഷ്ട്രീയക്കാരുണ്ടാകാം, മറ്റ് വിഭാഗക്കാരുണ്ടാകാം. നിങ്ങൾ ചിന്തിക്കാറില്ല. കാരണം നിങ്ങളുടെ അനുഭവമാണ് നിങ്ങൾ പറയുന്നത്. ഇതുപോലെ ഏത് രാഷ്ട്രീയക്കാരൻ എതിർത്താലും, ഏത് പ്രത്യയശാസ്ത്രം എതിർത്താലും അവൻ്റെ മുഖത്ത് നോക്കി വിളിച്ചു പറയണം, എൻ്റെ ഉള്ളിൽ ജീവിക്കുന്ന യേശുവിനെ കുറിച്ച് ഞാൻ പറയും. അവനെ ഞാൻ കണ്ടിട്ടുണ്ട്, അവനെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അവൻ്റെ സുവിശേഷം, ആത്മാവും ജീവനുമായ അവൻ്റെ വചനം എൻ്റെ കണ്ണുകൾ കൊണ്ട് ഞാൻ കണ്ടിട്ടുണ്ട്, എൻ്റെ കാതുകൾ കൊണ്ട് ഞാൻ കേട്ടിട്ടുണ്ട്, എൻ്റെ കരങ്ങൾ കൊണ്ട് ഞാൻ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. ഇത് ഞാൻ പ്രസംഗിക്കും, ഇത് ഞാൻ മറ്റുള്ളവരുടെ വിളിച്ചു പറയും. എനിക്ക് ആരുടെയും അനുവാദത്തിൻ്റെ ആവശ്യമില്ല എന്ന് പറയാൻ നമുക്കെന്തെങ്കിലും സാധിച്ചാൽ നാം അന്ന് വിശ്വാസികളാണ് എന്ന് പറയാൻ നമുക്ക് സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഇതാണ് ക്രൈസ്തവ സാക്ഷ്യം. നമ്മുടെ വിശ്വാസത്തെ നാം ഏറ്റുപറയണം. ഒരിക്കൽ കൂടി നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. നമ്മുടെ വിശ്വാസത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. തമ്പുരാൻ നമുക്ക് നൽകിയ ഈ വലിയ ദാനം, ഈ ദാനം മറ്റുള്ളവർക്ക് പങ്കുവെക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ഇതിനെക്കുറിച്ച് ചിന്തിച്ച് ഈ വചനത്തെക്കുറിച്ച് ധ്യാനിച്ച് നമുക്ക് അല്പസമയം സ്തുതിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരുണ്യവാനായ കർത്താവേ, അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഈ ജനത്തെ അങ്ങയുടെ വചനം കൊണ്ട് അഭിഷേകം ചെയ്യണമേ. കർത്താവേ, വചനം പ്രസംഗിക്കുവാനുള്ള കൃപ നൽകണമേ. അങ്ങേക്ക് സാക്ഷ്യം നൽകുവാനുള്ള കൃപ നൽകണമേ. അങ്ങയുടെ ആത്മാവും ജീവനുമായ വചനം അനുഭവിക്കുവാനുള്ള ശക്തി ഞങ്ങൾക്ക് നൽകണമേ. കർത്താവ്, ലോകത്തിൻ്റെ അതിർത്തികൾ വരെ സുവിശേഷം പ്രസംഗിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ സുരക്ഷിതത്വത്തെക്കുറിച്ചോ ഞങ്ങളുടെ സമൃദ്ധിയെക്കുറിച്ചോ ഞങ്ങളുടെ സംരക്ഷണത്തെക്കുറിച്ചോ ചിന്തിക്കാതെ അങ്ങേക്ക് സാക്ഷ്യം നൽകുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ.
കർത്താവ് ഞങ്ങളുടെ ആത്മാവിനെ അയക്കണമേ, ശക്തിപ്പെടുത്തണമേ, ബലപ്പെടുത്തണമേ.